ചരിത്രത്തിലേക്ക് ഒരു തങ്കത്താൾ കൂടി എഴുതി ചേർക്കാൻ ISROയ്ക്ക് കഴിയുമോ? അതിനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ISROയുടെ ചരിത്ര ദൗത്യം വിജയത്തിന് തൊട്ടരികിലെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്നത്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം അന്തിമഘട്ടത്തിലാണിപ്പോൾ. ഉപഗ്രഹങ്ങൾ പരസ്പരം ആശയവിനിമയം തുടങ്ങി എന്ന വിവരങ്ങളാണ് വരുന്നത്. വിവരങ്ങളുമായി കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. നമുക്കറിയേണ്ടത് ഇതൊരു വലിയ ഗുഡ് മോർണിംഗ് ആവുമോ ISROയെ സംബന്ധിച്ച് എന്നതാണ്. 2 തവണ ഈ ദൗത്യം സാങ്കേതികമായ ചെറിയ പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ഇന്നിപ്പോൾ സ്പേഡെക്സ് ദൗത്യം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? വെരി ഗുഡ് മോർണിംഗ് ശ്രീജ. ഒരു ചരിത്ര ദൗത്യത്തിന് അരികെയാണ് ഇന്ത്യ എന്ന് തന്നെ പറയണം. ഏത് നിമിഷവും സ്പേസ് ഡോക്കിംഗ് നടക്കും എന്നാണ് ഇസ്രോയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ബാംഗ്ലൂരുവിലെ ഇസ്ട്രാക്കിൽ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. 6:29 7:19 ഇടയ്ക്ക് ഡോക്കിംഗ് നടക്കും എന്നാണ് ഇസ്രോ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ ഡോക്കിംഗ് പ്രക്രിയ നടക്കും. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം 3 മീറ്റർ മാത്രമായി കുറഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ഡോക്കിംഗ് നടക്കും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ബഹിരാകാശത്ത് 2 പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അത്യധികം സങ്കീർണമായ ശാസ്ത്രവിദ്യ കൈവരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ ഇനി നിമിഷങ്ങൾ മാത്രം എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, 2 പ്രതികൂല സാഹചര്യങ്ങൾ കാരണം 2 തവണ ഈ ദൗത്യം മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഡോക്കിങ്ങുമായി ബന്ധപ്പെട്ട് ലൈവ് സ്ട്രീമിംഗ് ഇതുവരെയും ISROയുടെ ട്വിറ്റർ ഹാൻഡിലോ മറ്റ് ഹാൻഡിലുകളിലോ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം പൂർത്തിയായ ശേഷം വീഡിയോ പ്രതീക്ഷിക്കുന്നു നമ്മൾ. ഏതായാലും ഡിസംബർ 30 ഇതിനുള്ള 2 ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചത്. 220 കിലോഗ്രാം വീതമുള്ള ഈ ഉപഗ്രഹങ്ങളുടെ ഭാരം 220 കിലോഗ്രാം വീതമായിരുന്നു. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് സ്പേഡെക്സ് എന്നത്. ഈ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഈ ദൗത്യത്തെ ഉറ്റുനോക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 2 ഉപഗ്രഹങ്ങളും തമ്മിൽ 20 കിലോമീറ്റർ അകലം പാലിക്കുന്ന തരത്തിലായിരുന്നു ഡിസംബർ 30 വിക്ഷേപിച്ചത്. 10 ദിവസം കൊണ്ട് ഈ 2 ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുകയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ നേരത്തെ സാങ്കേതിക പ്രശ്നം കാരണം 2 തവണ ഈ ഡോക്കിംഗ് മാറ്റിവെച്ചു. ആദ്യം ചൊവ്വാഴ്ചയും പിന്നീട് വ്യാഴാഴ്ചയുമാണ് ഇത്തരത്തിൽ ഡോക്കിംഗ് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ അവ മാറ്റിവെക്കുകയായിരുന്നു. ഏതായാലും ഇവയെ നിയന്ത്രിച്ച് അടുത്ത് കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങിയിരിക്കുന്നു. 3 മീറ്റർ മാത്രമായി ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം കുറഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ആ ചരിത്ര ദൗത്യത്തിനരികെ ഇന്ത്യ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചേസർ ഉപഗ്രഹത്തിൽ നിന്ന് ടാർഗറ്റിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതാണ്. അത് അല്പം മുൻപ് ISRO അവരുടെ എക്സിൽ പങ്കുവച്ച വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ത്രസ്റ്റിൽ ചെറുതായി ഫയർ ചെയ്യുന്നതടക്കം നമുക്ക് ഇതിൽ കാണാം. ഏതായാലും 6:29 7:19 ഇടയ്ക്ക് ഡോക്കിംഗ് നടക്കും എന്നാണ് ഇസ്രോ അറിയിച്ചത്. ബാംഗ്ലൂരുവിലെ ഇസ്ട്രാക്കിൽ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഇതുവരെ വളരെ കൃത്യമായി ദൗത്യം പുരോഗമിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി കാർത്തിക്, ഇപ്പോൾ ശാസ്ത്രലേഖകൻ ശ്രീ ദിലീപ് മലയാലപ്പുഴ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് ദിലീപ്. ഒരു പക്ഷേ ചരിത്രത്തിൽ ഇന്നത്തെ ദിവസം രേഖപ്പെടുത്തുക ISRO ഒരുപാട് വിപ്ലവകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ISRO ഇത്രയും സാങ്കേതികമായി ഏറ്റവും പെർഫെക്ഷൻ വേണ്ട, ഏറ്റവും സൂക്ഷ്മത വേണ്ട ഈ ഒരു ദൗത്യം പൂർത്തിയാക്കി എന്നതിൻ്റെ പേരിലായിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഏറ്റവും അവസാനം കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി ഒരു 15 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളെക്കാൾ കുറച്ചുകൂടെ നന്നായി അറിയാമല്ലോ. ഇതൊരു വിജയത്തിന് തൊട്ടരികിലെത്തിയെന്ന് പറയാറായോ? അടുത്തത് ഇതുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ദിലീപ്, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. അത്യന്തം സങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യ ആണ് ഇവിടെ ISRO ഉപയോഗിക്കുന്നത്. ഇതിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു ചരിത്ര വിജയത്തിലേക്കായിരിക്കും നമ്മൾ. അതായത് ലോകത്തിലെ നാസ, ചൈന, റഷ്യ ഈ 3 രാജ്യങ്ങൾ മാത്രമേ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ളൂ. ഇതിലൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോകത്തെ 4ാമത്തെ രാജ്യം, 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാകും
ഡോക്കിംഗ് സംവിധാനം അല്ലെങ്കിൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയിക്കുന്നതിലൂടെ നമ്മൾ നാലാം സ്ഥാനത്ത് നേടുകയാണ്. ഇതിലൂടെ പിന്നെ ഏറെ നാളത്തെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണം അതുപോലെ തന്നെ തപസ്യയിലൂടെയാണ് നമ്മൾ ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു ആശങ്ക, കാരണം ഈ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു ISR ഉപയോഗിക്കുന്ന സങ്കീർണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സാങ്കേതിക വിദ്യ സങ്കീർണമാണ്. കഴിഞ്ഞ ദിവസങ്ങളില് വേഗത കൂടിയത് ഇത് ഉപഗ്രഹങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ വേഗത കൂടിയത് മൂലം ഇതൊന്ന് സ്ലിപ്പ് ചെയ്യുന്നു. അതായത് പാത ഒന്ന് മാറി ഒരു ഉപഗ്രഹം മാറിപ്പോയി. അപ്പൊ അത് സൈന്റിസ്റ്റുകളെ സംബന്ധിച്ച് ISR സംബന്ധിച്ചിടത്തോളം അതൊരു അല്പം ആശങ്ക ഉണ്ടായെങ്കിലും നമുക്ക് ആ പാത തിരിച്ചു പിടിക്കാൻ ഇന്നലെ കൊണ്ട് കഴിയുകയും ISR ആ കാര്യത്തിലൂടെ വിജയിക്കുകയും ചെയ്തു. എന്തായാലും ഇത് 3 മീറ്ററിലേക്ക് ഈ 2 ഉപഗ്രഹങ്ങളും 3 മീറ്റർ അടുത്തു കഴിഞ്ഞാൽ ഡോക്കിംഗ്, അതായത് 2 ഉപഗ്രഹങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയും. ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇത് ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്ന ഒരു സാങ്കേതിക വിദ്യയോട് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ സാങ്കേതിക വിദ്യയിൽ വിജയം നേടുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. 4ാമത്തെ ബഹിരാകാശ ഏജൻസിയായി മാറും. ഭാവി ദൗത്യങ്ങൾ, അതായത് നമ്മളുടെ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ യോജിപ്പിക്കാനും അതുപോലെ തന്നെ അത്തരം സാങ്കേതിക വിദ്യ ഗോളാന്തര യാത്രകൾക്ക് വേണ്ടിയുള്ള വലിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോൾ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഉപഗ്രഹങ്ങളെ യോജിപ്പിക്കാനും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളിലെ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ തുടക്കമാണ്. എന്നാൽ ഇതൊരു വലിയ ദിലീപ്, ഇപ്പോ 1 മിനിറ്റ് മുൻപ് ISRO എക്സിൽ പറയുന്ന അപ്ഡേറ്റ്, എ ട്രയൽ അറ്റംപ്റ്റ് ടു റീച്ച് അപ് ടു 15 മീറ്റർ ആൻഡ് ഫർദർ ടു 3 മീറ്റർ ഈസ് ഡൺ, മൂവിംഗ് ബാക്ക് സ്പേസ് ക്രാഫ്റ്റ്സ് ടു സേഫ് ഡിസ്റ്റൻസ്. അതായത് ആ 2ാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞ ഏറ്റവും നിർണായകമായ തിരിച്ച് വിടുന്ന ആ ഘട്ടത്തിലാണുള്ളത്. ദ ഡോക്കിംഗ് പ്രോസസ് വിൽ ബി ഡൺ ആഫ്റ്റർ അനലൈസിംഗ് ഡാറ്റ ഫർദർ. അതായത് ആ 3 മീറ്ററിലേക്ക് കൊണ്ടുവന്നു, ഇപ്പോൾ തിരിച്ച് വിടുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതെ. അത് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ഉപഗ്രഹങ്ങൾ കൂടുതൽ അടുത്തു കഴിഞ്ഞു. അപ്പൊ ഡോക്കിംഗ് ഏതാണ്ട് നടന്നു കഴിഞ്ഞെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഡോക്കിംഗ് നടന്നു കഴിഞ്ഞു. ഇനിയും വിടുതൽ ഇത് തമ്മിലുള്ള ഉപഗ്രഹങ്ങൾ തമ്മിൽ വേർപെടുന്ന സാങ്കേതിക വിദ്യയോട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പൂർണ്ണം വിജയത്തിലെത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അത്യന്തം സങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യയിൽ ISRO വിജയിക്കുന്നു എന്നാണ് നാം ഇതുവരെയുള്ള ബാംഗ്ലൂരിൽ നിന്നും ISRO കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെ, ഇത് ട്രയൽ അറ്റംപ്റ്റ് ആയിരുന്നു. അതിനുശേഷം ദ ഡോക്കിംഗ് പ്രോസസ് വിൽ ബി ഡൺ ആഫ്റ്റർ അനലൈസിംഗ് ഡേറ്റ ഫർദർ. അതായത് ഇപ്പോൾ നടത്തിയ ഈ ഒരു ട്രയൽ അറ്റംപ്റ്റ് ഓക്കെ ആണെങ്കിൽ അത് ഒരിക്കൽ കൂടി ആ ഡേറ്റ അനലൈസ് ചെയ്തതിനു ശേഷം ഒരിക്കൽ കൂടി അത് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ നമ്മൾ ചരിത്രത്തിലേക്കാണ് നടന്നു കയറുന്നത്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ തമ്മിൽ ഡോക്ക് ചെയ്യുന്നതിനുള്ള അതിസങ്കീർണമായ ആ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്ന ആ സാങ്കേതിക വിദ്യയിൽ വിജയിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ദിലീപ്, ഇനി നേരത്തെ ഞാൻ ചോദിച്ചൊരു കാര്യം, ഒരുപക്ഷെ നമ്മളിപ്പോൾ കേൾക്കുന്നതാണ്, സുനിത വില്യംസ് ഒക്കെ പോയി അതിനുശേഷം അവർ അവിടെ നേരിടുന്ന ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ അതുപോലെയുള്ള സമാനമായ സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഉപകാരപ്പെടില്ലേ? എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഭാവിയിൽ ഇത് ഉപയോഗപ്പെടുത്തുക? എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുക? ഈ ബഹിരാകാശത്ത് ഇപ്പോൾ നാസയുടെയും ചൈനയുടെയും 2 ബഹിരാകാശ നിലയങ്ങളാണ് നമ്മുടെ മുകളിൽ 400 കിലോമീറ്റർ മുകളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചൈനയുടെ ബഹിരാകാശ നിലയത്തിൽ 3 പേരും നാസയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നാസയുടെ ബഹിരാകാശ നിലയത്തിൽ 7 പേരുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെയെല്ലാം അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, അവർക്ക് ആവശ്യമായ വസ്ത്രം, അതുപോലെയുള്ള സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് ഈ ഡോക്കിംഗ് സംവിധാനങ്ങൾ വഴിയാണ്. അതായത് നാസയുടെ ബഹിരാകാശ നിലയം ഏതാണ്ട്
സെക്കൻഡിൽ 36,000 കിലോമീറ്റർ അല്ല മണിക്കൂറിൽ 36,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബഹിരാകാശ നിലയത്തിലേക്ക് ഭൂമിയിൽ നിന്ന് എത്തുന്ന പേടകം, സാധനങ്ങളുമായി എത്തുന്ന പേടകത്തെ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഇന്ത്യയും അല്ലെങ്കിൽ ISROയും ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ പോവുകയാണ്. ഈ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് തന്നെ ആദ്യം ഒരു പേടകം ബഹിരാകാശ നിലയത്തിന്റെ പാർട്ടായിട്ടാണ് ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് തന്നെ. ബഹിരാകാശ നിലയം ആദ്യം ഒരു ഭാഗം എത്തിക്കും, അതിനുശേഷം ഓരോരോ ഭാഗങ്ങൾ എത്തിച്ച് ബന്ധിപ്പിച്ചാണ് ബഹിരാകാശ നിലയം വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഡോക്കിംഗ് സംവിധാനം നമ്മൾ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയിച്ചാൽ മാത്രമേ നമ്മുടെ ഭാവി ദൗത്യം, പ്രത്യേകിച്ച് നമ്മളും ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ പോവുകയാണ്. ബഹിരാകാശ നിലയം സ്ഥാപിക്കണമെങ്കിൽ ഈ ഡോക്കിംഗ് സംവിധാനം അല്ലെങ്കിൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയിൽ നമ്മൾ വിജയിച്ചേ മതിയാവുകയുള്ളൂ. അതിനുള്ള ഒരു പ്രാഥമിക പരീക്ഷണം എന്ന നിലയിലാണ് ഈ നമ്മൾ ഇപ്പോൾ ഈ ഡോക്കിംഗ് സാങ്കേതികവിദ്യ പരീക്ഷിച്ചിരിക്കുന്നത്. ഇത്തരം ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഒരു 2-3 പ്രാവശ്യം പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ ബഹിരാകാശ നിലയം പോലുള്ള കാര്യങ്ങളിൽ നിർമ്മാണത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണിത്. ഈ പരീക്ഷണത്തിൽ ISROയ്ക്ക് വിജയിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതായാലും കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ടായിരുന്ന ആശങ്കകൾ മാറി നമ്മൾ ആ സാങ്കേതിക വിദ്യയിൽ വിജയത്തിലേക്ക് അടുക്കുകയാണ്. ദിലീപ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരാം. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ആ ഫൈനൽ അറ്റംപ്റ്റിന് വേണ്ടിയാണ്. ട്രയൽ വിജയിച്ചു, അതായത് നമുക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഏതാണ്ട് മനസ്സിലായി. 3 മീറ്റർ വരെ അകലം കുറച്ചു കൊണ്ടുവന്നു. അതിനുശേഷം 2 ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം കൂട്ടി നോക്കി. അത് ട്രയലാണ്. ഇനി ഫൈനൽ അറ്റംപ്റ്റ്, നമ്മൾ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന, ഇന്ത്യയുടെ ബഹിരാകാശത്തേക്ക് ഉറ്റുനോക്കുന്ന ആ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, ഇപ്പോൾ ദിലീപ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ സ്ഥിരം ഈ സുനിത വില്യംസും ബുച്ചും അവിടെ ബഹിരാകാശത്ത് നിൽക്കുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതിനെ കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത വാഹനത്തിൽ ഇടയ്ക്ക് അവർ കയറി എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളിങ്ങനെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. ഒരു പക്ഷേ നാളെ ഇന്ത്യക്കും ഇതൊക്കെ സാധ്യമാകുന്ന തരത്തിലേക്കുള്ള അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ അതിസങ്കീർണമായ ദൗത്യം. എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ചാന്ദ്രയാന്റെ 4ാം ഘട്ടത്തിലും അതോടൊപ്പം തന്നെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഗഗൻയാനിനും ഈ സ്പേസ് ഡോക്കിംഗ് ഉപയോഗപ്പെടുത്താനാകും. നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 3 മീറ്റർ വരെ അകലം ഇരു ഉപഗ്രഹങ്ങളും തമ്മിൽ കുറച്ചു കൊണ്ടുവരുന്നതിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. ഏതായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ വിശദമായി പഠിച്ച ശേഷമാകും അടുത്ത നീക്കം. അതുവരെ കാത്തിരിക്കൂ എന്നാണ് ISRO എക്സിൽ നൽകുന്ന നിർദ്ദേശം. എന്തായാലും 220 കിലോഗ്രാം വീതമുള്ള ഉപഗ്രഹങ്ങൾ ഡിസംബർ 30-ന് വിക്ഷേപിച്ചപ്പോൾ 20 കിലോമീറ്റർ ആയിരുന്നു ഇരുവ തമ്മിലുള്ള അകലം. ഇതിപ്പോൾ 15 മീറ്ററായി കുറഞ്ഞു. അതിനുശേഷം 3 മീറ്റർ വരെ ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിൽ ഇന്ത്യക്ക് ഏറെക്കുറെ വിജയിക്കാനായി. ഏതായാലും നിലവിൽ ലഭ്യമാകുന്ന വിശദാംശങ്ങൾ വിശദമായി പഠിച്ച ശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ. ബഹിരാകാശത്ത് പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കാനും അടർത്തി മാറ്റാനും കഴിയുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമോ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ്. എന്തായാലും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 മീറ്റർ വരെ അകലം കുറയ്ക്കാനായി. ഇനി എന്ത് എന്നത് ISROയുടെ വരും മണിക്കൂറുകളിൽ ഇസ്ട്രാക്കിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയേ മനസ്സിലാക്കാൻ കഴിയൂ. ശ്രീജ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി മാറുന്ന ISROയുടെ ചരിത്ര ദൗത്യം സ്പേഡെക്സ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് അടുപ്പിക്കുകയും അതിൽ നിന്ന് പരസ്പരം ഡോക്കിംഗ്, അതായത് ഒരു കാർ പാർക്ക് ചെയ്യുന്നത് പോലെ, 2 കാറുകൾ പാർക്ക് ചെയ്യുന്നത് പോലെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഒരു കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാവുന്നത് പോലെ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആ തരത്തിൽ 2 ഉപഗ്രഹങ്ങളെ കൊണ്ടുവരികയും അടുപ്പിക്കുകയും അതിനുശേഷം അവയെ കൃത്യമായ അകലത്തിലേക്ക് തിരിച്ച് മാറ്റി നിർത്തുകയും ചെയ്യുക. ഇതാണ് ആ സ്പേഡെക്സ് ദൗത്യം കൊണ്ട് ഉപയോഗിക്കുന്ന
ഈ ദൗത്യത്തിൽ 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ആ 2 ഉപഗ്രഹങ്ങളെയും അടുത്തു കൊണ്ടുവരാനുള്ള ട്രയൽ അറ്റംപ്റ്റ് നടത്തി അത് വിജയിച്ചിരിക്കുന്നു. അടുത്തത് ഇതിൻ്റെ ഏറ്റവും ഫൈനൽ അറ്റംപ്റ്റ് ആണ്. ആ ഫൈനൽ അറ്റംപ്റ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ഉപഗ്രഹങ്ങളുമുള്ളത് 15 മീറ്റർ ദൂരത്തിലാണ്. പരസ്പരം കാണാവുന്ന വിധത്തിൽ, പരസ്പരം ദൃശ്യങ്ങൾ എടുക്കാവുന്ന വിധത്തിൽ 15 മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ 2 ഉപഗ്രഹങ്ങളുമുള്ളത്. 2 ഉപഗ്രഹങ്ങളെ ഈ സ്പേഡെക്സ് മിഷനിൽ പങ്കെടുക്കുന്ന 2 ഉപഗ്രഹങ്ങൾ SDX-01 അത് ചേസറാണ്, SDX-02 അത് ടാർഗറ്റാണ്. അതായത് ഒരു ടാർഗറ്റും ഒരു ചേസറും. ഈ ടാർഗറ്റിനടുത്തേക്ക് ചേസറിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ 15 മീറ്റർ മാത്രം ദൂരത്തിൽ ഇവ രണ്ടും എത്തിക്കഴിഞ്ഞു. അത് നല്ല കണ്ടീഷനിലാണുള്ളത്. അത്തരത്തിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ 2 ഉപഗ്രഹങ്ങളും തൊട്ടടുത്ത് വളരെ നല്ല കണ്ടീഷനിലുണ്ടെന്നാണ് ഇപ്പോൾ ISRO നൽകുന്ന വിവരങ്ങൾ. ഇത് 2 തവണ ഈ ദൗത്യം മാറ്റിവെക്കപ്പെട്ടപ്പോൾ ഒരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ ദൗത്യത്തിൽ ഒരു പ്രശ്നം വരുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട. ഈ 2 ഉപഗ്രഹങ്ങളെയും അവർ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. അത് 230 മീറ്ററിൽ നിന്നാണ് പടിപടിയായി കുറച്ച് കൊണ്ടുവന്ന് 15 മീറ്റർ ദൂരത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും ഫൈനൽ ഘട്ടത്തിൽ അത് 3 മീറ്ററിലേക്കാണ് എത്തിക്കുക. എന്തായാലും ആ ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ ചരിത്ര ദൗത്യത്തിൽ ISRO വിജയിക്കുന്ന ഇസ്രോയുടെ ആ വിജയ നിമിഷങ്ങളിൽ നമുക്ക് മടങ്ങിയെത്താം. ഇത് ബഹിരാകാശത്ത് ഇപ്പോഴും ഈ ഡോക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം വളരെ പെട്ടെന്ന് തന്നെ മറ്റു വാർത്തകൾ നോക്കിയ ശേഷം. ഹണി റോസിന്റെ പരാതി നമുക്കറിയാം, അത് അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസിനെ വിമർശിച്ചും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുമൊക്കെ ന്യൂസ് 18 അടക്കമുള്ള ചാനലുകളിൽ വന്ന് അഭിപ്രായം പറഞ്ഞ, അല്ലെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ച രാഹുൽ ഈശ്വറിനെതിരെയാണ് നിയമ നടപടിക്ക് ഇപ്പോൾ ഹണി ഒരുങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ കൂടുതൽ നീക്കങ്ങളിലേക്ക് പോവുകയാണ് പോലീസ്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ളതായാണ് വിവരം. രാഹുൽ എന്തായാലും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹണി റോസിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരു തവണ മോശം അനുഭവം ഉണ്ടാവുക മാത്രമല്ല, അതിനുശേഷം ആ പോസ്റ്റിന് താഴെ ആദ്യമായി ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ നടത്തിയ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്ന കമന്റുകളിൽ ഹണി നിയമ നടപടിക്ക് ഒരുങ്ങിയിരുന്നു. അതായത് മടുത്തു, ഇനി ഞാൻ പ്രതികരിക്കുമെന്നത് തന്നെയായിരുന്നു ഹണി അന്ന് നൽകിയ മെസ്സേജ്. അതിനുശേഷമാണ് രാഹുൽ ഈശ്വർ നിരീക്ഷകനായി എത്തുകയും ഇത്തരത്തിൽ ഹണിയുടെ വസ്ത്രധാരണത്തെ വളരെ രൂക്ഷമായി വിമർശിക്കുകയുമൊക്കെ ചെയ്തത്. ഇത് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന് ഉത്തരവാദി ഹണി എന്നായിരുന്നു രാഹുലിന്റെ വാദം. അതിലും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹണിക്ക്. പോലീസ് എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനൊക്കെ സാധ്യതയുണ്ടോ? ഇതിൻ്റെ ഒരു പരാതിയുടെ ഒരു സ്വഭാവവും നിലവിൽ കേസ് മുന്നോട്ട് പോകുന്ന രീതിയും എല്ലാം അനുസരിച്ച് രാഹുൽ ഈശ്വറിനെ ഒരു പോലീസ് നടപടിക്കൊരു സാധ്യതയുണ്ട്, വളരെ സജീവമായ സാധ്യതയുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിനുള്ളൊരു ശ്രമം അതെല്ലാം തന്നെ ആരംഭിച്ചത്. കാരണം ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ സ്ത്രീകൾക്കെതിരെ ഈ രീതിയിലുള്ള ഒരു അധിക്ഷേപത്തിൽ ഇപ്പോൾ ഹണി റോസിൻ്റെ ഒരു പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ നിലപാടുകൾ കർശനമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അവർ അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതി ലഭിച്ച ഉടൻ തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അവർ ഉടൻ അതൊരു ആക്ഷനിലേക്ക് പോവുകയും മുൻകൂർ ജാമ്യത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. അത്തരമൊരു ചടുലമാർന്ന നീക്കം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വരും അതേ വഴിക്ക് തന്നെ മുൻകൂർ ജാമ്യത്തിനുമെല്ലാം തന്നെ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. ഹണി റോസുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചകളിൽ എല്ലായിടത്തും തന്നെ എല്ലാ മാധ്യമങ്ങളിലടക്കം വരികയും ഈ രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. അത് ഈ വസ്ത്രധാരണം
അടക്കമുള്ള കാര്യങ്ങളിൽ പറയുകയും അതത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തത് ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം തന്നെ നൽകുന്നുണ്ട്. അത് എത്ര കണ്ട് ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്നു, അല്ലെങ്കിൽ ഈ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത് ആ ഒരു വിമർശനം, ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ കഴിയുമോ, ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ലേ എന്നതെല്ലാം തന്നെ ഒരു പൊതുചിന്ത ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു വിശദീകരണം വന്നതിന് പിന്നാലെ തന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഹണി റോസ് വളരെ കൃത്യമായിട്ട് തന്നെയും രാഹുൽ ഈശ്വറിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ എന്നിട്ടും പിന്നെയും രാഹുൽ ഈശ്വർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ഹണി റോസ് പിന്നെയും പരാതിയുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. എന്തായാലും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിയിൽ കൂടുതൽ വിശദീകരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ഹണി റോസിൽ നിന്ന് കൂടുതൽ വിശദീകരണ രീതിയിലുള്ള മൊഴിയെല്ലാം തന്നെ രേഖപ്പെടുത്താനുള്ളൊരു സാധ്യതയുണ്ട്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയാണ് ഈ രാഹുൽ ഈശ്വറിനെതിരെ അതനുസരിച്ചുകൊണ്ട് ആ ഒരു മൊഴിയുടെയും പരാതിയുടെയും എല്ലാ സാങ്കത്യത്തിൽ നിന്നുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലീസ് വിളിപ്പിക്കാൻ നോട്ടീസ് അയക്കാനോ അല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്കോ നീങ്ങുവാനുള്ള എല്ലാ സാധ്യതയും തന്നെയുണ്ട്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ജാമ്യ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തുന്ന നീക്കങ്ങൾ വളരെ വേഗത്തിലുള്ളതായതുകൊണ്ട് തന്നെ അതേ വേഗതയിൽ തന്നെയുള്ള നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പായും ഡാനി, ഇത് ഇപ്പോൾ അഭിപ്രായം പറയുക എന്നത് തങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് കരുതുന്ന മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് അല്പം പ്രശ്നമാണെന്നൊരു മെസ്സേജ് എന്തായാലും സമൂഹത്തിൽ എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് വളരെ ശക്തമായ നടപടികളുമായി, അതിവേഗത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കൊച്ചിയിൽ ഇന്നലെ മുഴുവൻ നിറഞ്ഞു നിന്ന വാർത്ത സഭാ തർക്കത്തിൻ്റെതാണ്. ഇന്നും കൊച്ചിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരാനുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വിശ്വാസികൾ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഉപരോധ സമരം വൈകിട്ട് ബിഷപ്പ് ഹൗസിന് വളപ്പിനകത്തേക്ക് മാറ്റിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ഇന്ന് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചർച്ച നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ സംഘർഷഭരിതമായിരുന്നു. ഏത് നിമിഷം അവിടെ നിന്ന് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ ദിവസം മുഴുവൻ കാര്യങ്ങൾ നടന്നത്. ഇന്നിപ്പോൾ ചർച്ചയൊക്കെ കളക്ടർ വിളിച്ചിട്ടുണ്ടല്ലോ. ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ശ്രീജ, ഈ വിഷയത്തിൽ ഇതിനു മുൻപും ഈ ബസിലിക്കയുമായി ബന്ധപ്പെട്ട് ബസിലിക്കയ്ക്ക് സമീപം ബിഷപ്പ് ഹൗസ് ഉണ്ട്. ഈ ഒരു ഏരിയ പലപ്പോഴും തന്നെ കുർബാന ഏകീകരണ വിഷയം മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമരങ്ങളുണ്ടാകുമ്പോൾ അത് ആ സ്ഥലം പൊതുവിൽ സംഘർഷഭരിതമാകുന്നു. അത് കഴിഞ്ഞ ദിവസവും അതിൻ്റെ തന്നെ ഒരു തുടർച്ച തന്നെയാണ് ഉണ്ടായത്. ഇതിനു മുൻപ് ബസിലിക്ക അടച്ചുപൂട്ടേണ്ടി വന്ന ആളുകൾ ഏതാണ്ട് ഇതിപ്പോൾ അത്തരമൊരു നടപടിയെല്ലാം തന്നെയാണ് മുഖാമുഖം കാണുന്നതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെയുണ്ടായ പോലീസ് നടപടി, അതിനെതിരായ പ്രതിഷേധം ഇന്നലെ മുഴുവനായും അത് നീണ്ടുനിന്നു. ഇന്നലെ രാത്രിയോടുകൂടി പ്രതിഷേധിക്കുന്നവർ, വിശ്വാസികളുടെ ഒരു വലിയ വിഭാഗം, ഇവർ വൈദികർ അടക്കം പോലീസ് വിലക്ക് ലംഘിച്ചുകൊണ്ട് പോലീസ് അവിടെ തടുത്തു നിർത്തുന്നു. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ബസിലിക്ക വഴി ബിഷപ്പ് ഹൗസിൻ്റെ മുൻവാതിൽ പോലീസ് പൂർണ്ണമായും തന്നെ അടച്ചു. പക്ഷേ അതിൻ്റെ സൈഡ് ഡോർ വഴി ഇപ്പുറത്തേക്ക് വന്ന് വളപ്പിനകത്ത് കയറിയിരിക്കുകയാണ്. നിലവിൽ ഈ സമരക്കാർ ഇപ്പോൾ സത്യത്തിൽ ബിഷപ്പ് ഹൗസിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനകത്താണ്. അവർ അതിനകത്താണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഇന്നലെ രാത്രിയും അത് തുടരുകയും ചെയ്തു. പോലീസ് കാവലുണ്ടായിരുന്നു. പക്ഷേ പോലീസ് നടപടി ഇനി അത്ര ഒരു പെട്ടെന്ന് അവരെ നീക്കം ചെയ്യുന്നതടക്കം ആ കാര്യങ്ങളിലേക്ക് പോകാനില്ല. കാരണം നേരത്തെ ഉണ്ടായ പോലീസ് നടപടിക്കെതിരെ വലിയ രീതിയിലൊരു വിമർശനം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു. പല വൈദികരെയും വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയും ആ റോഡിൽ കൊണ്ടുപോയി അവരെ വലിച്ച് നിർത്തുകയും എല്ലാം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അപ്പോൾ ഈ നടപടിക്കെതിരെ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ സമരം കുറെ കൂടി പ്രക്ഷുബ്ധമാകുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ആ സമരം തുടർന്നു. കോമ്പൗണ്ട് ബിഷപ്പ് പിന്നെ അകത്തേക്ക് കയറിയ ആരും തന്നെ പിരിഞ്ഞു പോകുന്നില്ല, അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെയുള്ള ഒരു അവസ്ഥ, പലരും തന്നെ കുർബാനയ്ക്കും കാര്യങ്ങൾക്കുമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അതായിരിക്കും സമരം ചെയ്യുന്നിടമെന്നെല്ലാം തന്നെ പ്രഖ്യാപിച്ച മടങ്ങിയത്. അവരെ വരുമ്പോൾ പോലീസ് തടുത്തു നിർത്താനുള്ളൊരു സാധ്യതയുമില്ല. ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറുന്ന കെട്ടിടത്തിനകത്തേക്ക് കയറുന്നതിൽ പോലീസ് പ്രതിരോധിക്കുന്നുണ്ട്.
എന്നാൽ അതിനകത്തേക്ക് കയറുന്നില്ല, തങ്ങളിവിടെ നിലയുറപ്പിക്കുന്നു എന്ന രീതിയിലാണ് അവരും ഉള്ളത്. ഏതായാലും ഇന്നും ആ സമരം തുടരുക തന്നെ ചെയ്യും. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജില്ലാ കളക്ടറുടെ ഒരു അധ്യക്ഷതയിൽ ചർച്ച നടക്കുന്നു എന്നതാണ്. ഇന്നലെ സബ് കളക്ടറും അതോടൊപ്പം തന്നെ DCPയുടെയും അധ്യക്ഷതയിൽ ചർച്ച നടക്കുകയും അതിൽ കളക്ടർ പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇതിലൊരു സമവായം എന്നൊരു കാര്യങ്ങളാണ് വരുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മേഖല ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നുണ്ട്. നഗരത്തിലെ ഏറ്റവും അടുത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ അതുവഴിയുള്ളൊരു ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സമരമെല്ലാം തന്നെ മാറുന്നു. അപ്പോൾ ഇതിന് എന്താണ് മാർഗം, എന്താണ് ആവശ്യം എന്നത് സംബന്ധിയായ കാര്യങ്ങൾ ചർച്ച നടത്തും. വൈദികർ ആവശ്യപ്പെടുന്നത് അവരുടെ മറ്റു വൈദികരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഈ വൈദികരെ പിന്തുണച്ചെത്തിയവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് അതിനെ വഴങ്ങിയില്ല. സമരം ചെയ്തവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച നടത്തുന്നു. അതിന് സഭാ നേതൃത്വത്തിൽ നിന്ന് അതിൻ്റെ ഒരു പ്രതിനിധികളും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയോ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ തന്നെയാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലായിരിക്കും ചർച്ചയെന്നാണ് അറിയുന്നത്. ഒപ്പം ഈ സമരസമിതി അതിൻ്റെ പ്രതിനിധികൾ, അൽമായ മുന്നേറ്റം അടക്കമുള്ള സംഘടനകളുണ്ട്. അവിശ്വാസ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതോടൊപ്പം തന്നെ അതിരൂപത സംരക്ഷണ സമിതി വൈദികർ ഉൾപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സമരം ചെയ്യുന്ന അവരുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ ചർച്ചയിലുണ്ടാകും. അപ്പോൾ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചർച്ചയിൽ ഇതിനൊരു സമവായം ഉണ്ടാകുമെന്നാണ് തീർച്ചയായും സമവായം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഇത് വളരെ പരിപാവനമായി കരുതപ്പെടുന്ന ഒരു മേഖലയാണ്. ബാക്കിയുള്ളതൊക്കെ വിടൂ, അത് ഒരു അതിരൂപതയുടെ ആസ്ഥാനമാണ്. അവിടെ ഒരു ബസലിക്ക പള്ളിയുണ്ട്, ആരാധന നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെ അത്രയും പാവനമായ ഒരു സ്ഥലത്താണ് ഗേറ്റ് പൊളിച്ച് അകത്ത് കയറുക, തമ്മിൽ കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് പരസ്പരം തല്ലുക, ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഒക്കെ സ്ഥലമാവേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടിട്ട് ഇന്ന് അതിനുള്ള ചർച്ചകളാണ് കൊച്ചിയിൽ നടക്കുക. നമുക്ക് ആ വാർത്തകളിലേക്കൊക്കെ അതാത് സമയത്ത് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മളൊരു ഇടവേള എടുക്കുന്നു, മറ്റു വാർത്തകളിലേക്ക് വരാം. ഹണി റോസ് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം വലിയ ആരോപണമാണ്, കടുത്ത മാനസിക സമ്മർദ്ദമാണ്. അവർക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങുകളുടെ എല്ലാം ഉത്തരവാദി താങ്കളാണ്, താങ്കൾക്കെതിരെ വലിയ നിയമ നീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല. രാമപിള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എൻ്റെ ഇല്ല. അതുകൊണ്ട് ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ പറയുക യോജിക്കുന്നു. ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന, എന്നുമുള്ള അഭ്യർത്ഥന, ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ്. സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് വന്ന വ്യക്തിയാണ്. ഹണി റോസ് നല്ല കലാകാരിയാണ്. പക്ഷേ ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ എത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം, സംശയമില്ല. ഇനി ഹണി റോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുൽ ഈശ്വർ ഏതെങ്കിലും സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പരാമർശം, വിമർശനം ഉണ്ടായിട്ടുണ്ട് 100%. പക്ഷേ 0.001 സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ പോലും കൂടാതെ തന്നെ ജയിലിലിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. ഹണി റോസ് വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഹണി റോസ് ഇനിയും കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമർശനങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കൂടി എടുക്കണം എന്ന് ഹണി റോസിനോട് പറഞ്ഞു. ഹണി റോസ് ഒക്കെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കാണണം. പ്രത്യേകിച്ച് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഹണി റോസും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം കാണിക്കണമെന്നുള്ളതാണ് ഹണി റോസ്. രാഹുൽ ഈശ്വർ, അതിനപ്പുറം താങ്കൾ നടത്തിയ പരാമർശത്തിനപ്പുറം അതിരൂക്ഷമായ സൈബർ ബുള്ളിയിങ് നടക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കുടുംബം വേട്ടയാടപ്പെടുന്നു, താനും വേട്ടയാടപ്പെടുന്നു. അതിന് ഉത്തരവാദി താങ്കളാണ്, അതാണ് ആക്ഷേപം. താങ്കളുടെ പരാമർശം അത് ഇടവെച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഈ കാര്യത്തിൽ ഹണി റോസ് ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഹണി റോസിന്, അതായത് ഹണി റോസിന്റെ കുടുംബവും മറ്റും വേട്ടയാടപ്പെടുന്നെങ്കിൽ 100%
ശതമാനം ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ, അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം, അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും നെഗറ്റീവായി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബത്തെ പറയുകയാണെങ്കിൽ, കാര്യം അവരിതിലൊന്നും ഇൻവോൾവ് അല്ലാത്തവരാണ്, അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും വിരോധമില്ല. വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ഇനി രണ്ട് ചുമ്മാ പറയുന്നതല്ല, അതായത് ചുമ്മാ ഒരു സോഫ്റ്റ് ആക്കാൻ പറയുന്നതല്ല. ഹണി റോസിന്റെ കുടുംബത്തെയും കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്റെ സുഹൃത്ത് നാഷ് ഖാൻ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ്. അപ്പൊ ഹണി റോസിനെ അടക്കം ഹണി റോസിന്റെ കുടുംബത്തെ കുറിച്ച് ബോയ് ഫ്രണ്ട് ആ സിനിമയുടെ കാലം മുതൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അവരുടെ ഫാമിലിയൊക്കെ വളരെ പോസിറ്റീവും കോർഡിയലും ആണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹണി റോസിനോടൊപ്പമാണ്, ഹണി റോസിന്റെ കുടുംബത്തോടൊപ്പമാണ്. പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, രാഹുൽ ഈശ്വർ അല്ല, രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന രാവിലെ ഏകിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ നമ്മൾ സഭാ തർക്കത്തിന്റെ കാര്യം പറഞ്ഞു. ഇതിലേറെ നമ്മളെ വളരെ ബുദ്ധിമുട്ടിച്ചൊരു സഭാ തർക്കമാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലതരത്തിൽ പല സമയത്ത് നടന്നിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ LDF സർക്കാർ. സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാ വിശ്വാസികളുടെ കണക്കെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. പള്ളിത്തർക്കം സംബന്ധിച്ച് സുപ്രീം കോടതിയിലുള്ള കേസിന്റെ ഭാഗമായാണ് കണക്കെടുപ്പ്. ഓരോ ഇടവകയിലുമുള്ള ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ എണ്ണം കണ്ടെത്താനാണ് സർക്കാർ ഇപ്പോൾ ഒരു നിർണായക നീക്കം നടത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ക്രോഡീകരിച്ച് നൽകാൻ തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സെക്രട്ടറിയുടെ ഉത്തരവ്. യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികളുടെയും പള്ളികളുടെയും കൃത്യമായ വിവരശേഖരമാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ യാക്കോബായ വിശ്വാസികൾ എത്ര, ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ എത്ര പേർ, ആകെ എത്ര പള്ളികൾ സംസ്ഥാനത്തുണ്ട്, ഈ പള്ളികൾ ആരുടെ നിയന്ത്രണത്തിലാണ്, ഓർത്തഡോക്സ് സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളികളും യാക്കോബായ സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളികളും ഏതൊക്കെയാണ്, ഈ പള്ളികളുടെ നടത്തിപ്പവകാശം സംബന്ധിച്ച് തർക്കങ്ങൾ നിലവിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ നിലവിലെ അവസ്ഥ എന്താണ്, ഓരോ ദേവാലയങ്ങളിലുമുള്ള ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ അനുപാതം എത്ര തുടങ്ങിയ നിർണായക വിവരങ്ങളാണ് സർക്കാർ ശേഖരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലും സബ് ഡിവിഷൻ തലത്തിലുമാണ് വിവരശേഖരണം നടത്തുന്നത്. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ 1934 ഭരണഘടന അനുസരിച്ച് വേണം ഭരണം നടത്തേണ്ടതെന്ന് 2017 സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. സഭാ തർക്കത്തിൽ കോടതികളും സർക്കാരും പലതവണ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. പലപ്പോഴും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കുന്നതും സർക്കാരിന് തലവേദനയാണ്. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, ഇത് പരിഹരിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പരിഹാരം നീണ്ടു പോവുകയുമാണ്. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു കണക്കെടുക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആർക്കാണ് സ്വാധീനം എന്നറിയാനാണോ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുള്ള മേഖലയിൽ ഏത് തരത്തിൽ? കാരണം രണ്ട് കൂട്ടരും ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു പ്രശ്നമാണല്ലോ ഇത്. പക്ഷേ ഈ അടുത്ത് നമ്മൾ കേട്ട ചില മതമേലധ്യക്ഷന്മാരിൽ നിന്നുള്ള ചില വാക്കുകൾ പലപ്പോഴും ഒരു പരിഹാരത്തിന് അവരും ഒരുക്കമാണ് എന്ന രീതിയിലാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിന്റെ ബാക്കിയാണോ സർക്കാരിന്റെ ഈ കണക്കെടുപ്പ്? ശ്രീജ, ഏറെ നാളായി തുടരുന്ന തർക്കമാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം. ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കോടതി ഇടപെടലിലൂടെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടായി. സർക്കാരിനോട് തന്നെ പലതവണ കോടതി ആവശ്യപ്പെട്ടു പള്ളികൾ കൈമാറി അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന്. പക്ഷേ അങ്ങനെയൊരു പെട്ടെന്നൊരു നീക്കത്തിലേക്ക് കടന്നാൽ അത് വലിയ തരത്തിൽ പ്രദേശങ്ങളിൽ ക്രമസമാധാന പ്രശ്നമായി തന്നെ മാറുമെന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന ഒരു കത്ത് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളുടെ എണ്ണം, അതായത് സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളുടെ എണ്ണം എടുക്കുക, അവിടുത്തെ വിശ്വാസികളുടെ എണ്ണം എടുക്കുക, അതോടൊപ്പം തർക്കമുള്ള പള്ളികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. ഈ പള്ളികളിലെ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികളുടെ, അതായത് രണ്ട് വിശ്വാസികളും അവകാശവാദം ഉന്നയിക്കുന്ന പള്ളികളുടെ വിശ്വാസികളുടെ എണ്ണത്തിന്റെ ആനുപാതികം എത്ര, ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി എടുത്തതിന് ശേഷം ഈ കാര്യങ്ങൾ കൃത്യമായി പരാമർശിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പള്ളി ഒഴിപ്പിക്കുന്ന, പള്ളി കൈമാറ്റം നടത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ അതുണ്ടാക്കാനിടയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായി
കോടതിയെ ബോധിപ്പിക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ 1934 ഭരണഘടന അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്ന 2017 സുപ്രീം കോടതി വിധി വന്നതോടെയാണ് യാക്കോബായ ദേവാലയങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായത്. അതേ തുടർന്ന് പള്ളി ഒഴിപ്പിക്കാനായി പോലീസിന്റെയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ നടുവിൽ നടത്തിയ ശ്രമങ്ങൾ വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും അത് സർക്കാരിന് തന്നെ തലവേദനയായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു തൽക്കാലത്തേക്കെങ്കിലും ആ നടപടികൾ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇനി അങ്ങോട്ട് തുടരാനാവില്ല ഇങ്ങനെ. കാരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പലതവണ പരാമർശങ്ങൾ വന്നു കഴിഞ്ഞു. ഇനിയും അതിനുള്ള സാധ്യത അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പമാണോ യാക്കോബായ സഭയ്ക്കൊപ്പമാണോ സർക്കാർ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ഓർത്തഡോക്സ് സഭ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയിട്ടില്ലെന്നാണ്. യാക്കോബായ സഭ പറയുന്നത് തങ്ങളുടെ വേദന സർക്കാർ മനസ്സിലാക്കണമെന്നാണ്. ഇങ്ങനെ രണ്ട് സഭാവിഭാഗങ്ങൾ ഒരുപോലെ സമ്മർദ്ദവുമായി സർക്കാരിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുനയ ശ്രമങ്ങളെല്ലാം പാളിയിരിക്കുന്ന ഒരു പശ്ചാത്തലം അതുകൊണ്ട് സഭാ നേതൃത്വം നേരത്തെ ശ്രീജി സൂചിപ്പിച്ച പോലെ മേലധ്യക്ഷന്മാരൊക്കെ ഒരു അനുനയ നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമാധാനപൂർണ്ണമായ പാതയിൽ പ്രശ്നം പരിഹരിക്കണമെന്ന അഭിപ്രായങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ടെങ്കിലും കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയെ ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികളുടെയും പള്ളികളുടെയും അവിടുത്തെ വിശ്വാസികളുടെ അനുഭവത്തിന്റെയും ഒക്കെ കണക്കെടുത്ത് കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ നാളായി സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന, അത് ഏത് സർക്കാരായാലും വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ എന്താണ് നിജസ്ഥിതി, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ, എത്രത്തോളം ആളുകൾ ഇരുവിഭാഗത്തിലുമുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളി ഏറ്റെടുക്കുന്നത് എങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോവാം എന്നൊക്കെ കാണിക്കാൻ തക്ക വിധത്തിൽ ഒരു കണക്കാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താവും ആ കണക്കിന് ശേഷമുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി നമ്മൾ കുറച്ച് രാഷ്ട്രീയ വാർത്തകൾ നോക്കാൻ പോവുകയാണ്. കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു സമയമില്ല. കോൺഗ്രസിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആരാകണം മുഖ്യമന്ത്രി എന്ന തലത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ താഴെ തട്ടിലെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് വേണമല്ലോ മുകളിലേക്ക് പോകാൻ. തൃശ്ശൂരിൽ നിന്നാണ് ആദ്യത്തെ വാർത്ത. തൃശ്ശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസ് വള്ളൂരിനെ തിരികെ എത്തിക്കാനുള്ള നീക്കത്തിനെതിരെ വിയോജിപ്പ് പരസ്യമാക്കി രംഗത്തെത്തുകയാണ് പ്രാദേശിക നേതാക്കൾ. അതിനിടെ വയനാട്ടിലും പ്രശ്നമുണ്ട്. വയനാട്ടിൽ DCC അധ്യക്ഷനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തെ അറിയിച്ചു. ഈ പുനഃസംഘടനാ ചർച്ചകളൊക്കെ തുടരുന്നതിനിടയിലാണ് നേതൃത്വത്തിന് തലവേദനയാകുന്ന തരത്തിൽ ഈ എതിർപ്പുകളൊക്കെ പരസ്യമായി പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ K മുരളീധരന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂർ രാജിവെച്ചത്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പേരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായ പൊട്ടിത്തെറി ഇതോടെ ഭാഗികമായി ശമിച്ചു. VK ശ്രീകണ്ഠൻ MP-ക്ക് തൃശൂരിന്റെ ചുമതലയും നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പൊതുസമ്മതനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്താനുള്ള നീക്കം ജോസ് വള്ളൂർ സജീവമാക്കിയത്. ഈ നീക്കത്തിനെതിരെയാണ് തൃശൂരിൽ നിന്നുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ DCC അധ്യക്ഷൻ ND അപ്പച്ചനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ND അപ്പച്ചനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുമെന്നാണ് പ്രാദേശിക നേതൃത്വം KPCC ഭാരവാഹികളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ ഇടതുപക്ഷം അത് ആയുധമാക്കുമെന്ന വിലയിരുത്തലിലാണ് KPCC. ആഭ്യന്തര അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടി മതിയെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വിശദാംശങ്ങൾ നമുക്ക് ഡാനിനോട് തന്നെ ചോദിക്കാം. ഡാൻ, ഇത് രണ്ടായി തന്നെ കാണാം, തൃശ്ശൂരിലെ പ്രശ്നങ്ങളും വയനാട്ടിലെ പ്രശ്നങ്ങളും. ആദ്യം ഓർമ്മ വരുന്നത് ഈ അടുത്ത് ബസേലിയോസ് മാർ ക്ലിമ്മിസ് ബാവയാണെന്ന് തോന്നുന്നു. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ജനങ്ങളാണ്, പക്ഷേ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്നൊരു പരാമർശം പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. അതിന് സമാനമാണ് കാര്യങ്ങൾ. ഈ ജോസ് വള്ളൂർ തന്നെ ഒരു ഫോർമുലയായിട്ട് വരുന്നു. പുനഃസംഘടന വരെ ഞാൻ തിരിച്ചു വന്ന് അവിടെ ഇരിക്കാം എന്ന് പറയുന്നു. പക്ഷേ
അവിടെ തൃശ്ശൂരിൽ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. നമുക്കറിയാം തൃശ്ശൂരിൽ പരമാവധി മോശം അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് അത് കഴിഞ്ഞപ്പോഴുള്ള ഒരു സാഹചര്യം നമുക്ക് തൃശ്ശൂരിൽ അറിയാം. ഈ ജോസ് വള്ളൂരിന്റെ നിലപാടുകൾ എത്രത്തോളം വലിയ എതിർപ്പ് അവിടെ തൃശ്ശൂരിൽ ഉണ്ടാക്കുന്നുണ്ട്? ശ്രീജ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കെ മുരളീധരന്റെ പരാജയത്തിന് ശേഷം സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മുരളീധരന്റെ പരാജയത്തിന് തൊട്ടു പിന്നാലെ അതിന്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യം ഉയർന്നു തുടങ്ങി. അത് തർക്കങ്ങളിലേക്കും പിന്നീട് കയ്യങ്കളിയിലേക്കും വരെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജോസ് വള്ളൂർ DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത്. അതോടെയാണ് താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ടായത് എതിർപ്പുന്നയിച്ചവരിൽ നിന്ന്. പിന്നീട് VK ശ്രീകണ്ഠൻ MPക്ക് തൃശ്ശൂരിന്റെ ചുമതല നൽകുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രമ്യതപ്പെടുത്തി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത്. ആ ചർച്ചകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു പൊതുസമ്മതൻ വേണമെന്നൊരു പ്രാദേശിക വികാരത്തിലാണ്. അതിനിടയിലാണ് മുൻ DCC അധ്യക്ഷൻ കൂടിയായിരുന്ന ജോസ് വള്ളൂർ തിരികെ ആ പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള രഹസ്യമായ നീക്കങ്ങൾ തുടങ്ങിയത്. അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഉന്നത നേതാക്കളുമായൊക്കെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ജോസ് വള്ളൂർ. അദ്ദേഹം ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരികെ ആ പദവിയിലേക്ക് എത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് അതിൽ എതിർപ്പറിയിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ രംഗത്തെത്തുന്നത്. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നേരത്തെ തന്നെ കെ മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ജോസ് വള്ളൂരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വീണ്ടും ജോസ് വള്ളൂരിനെ തന്നെ ആ പദവിയിലേക്ക് നിയോഗിച്ചാൽ അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. നേരത്തേതുപോലെയല്ല സാഹചര്യങ്ങൾ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയാണ്. അങ്ങനെ ഒരാൾ അവിടെ വീണ്ടും പ്രചാരണത്തിനിറങ്ങുന്ന സാഹചര്യം വന്നാൽ അത് UDFനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ വേണം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന നിലപാടാണ് ഈ എതിർപ്പറിയിച്ചിരിക്കുന്ന നേതാക്കൾ മുമ്പോട്ട് വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ ജോസ് വള്ളൂരിനെ തന്നെ ഈ സ്ഥാനം ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതായത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നതിനിടയിലാണ് ജോസ് വള്ളൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ മാറ്റിവെക്കുകയായിരുന്നു. മേലെത്തട്ടിലെ നേതാക്കന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ് രാഷ്ട്രീയകാര്യ സമിതി തന്നെ മാറ്റിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് തൃശ്ശൂർ DCCയുമായി ബന്ധപ്പെട്ടും സമാനമായ തരത്തിൽ ജോസ് വള്ളൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്താൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരായ പ്രതിഷേധവും പരസ്യമാകുന്നത്. വയനാട്ടിൽ കാര്യങ്ങൾ അതിലും സങ്കീർണമാണ്. അവിടെ ഒരാൾ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് പോയി. 3 DCC പ്രസിഡന്റുമാർക്കെതിരെയാണ് ഒരു കേസ് വന്നിട്ടുള്ളത്. അത് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. അത് സ്വാഭാവികമായും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വയോധികനായ ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എത്തുന്ന തരത്തിൽ അവിടുത്തെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും അതിലേക്കൊക്കെ കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പിന്തുണ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായും അവിടെ ജില്ലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കോൺഗ്രസിൻ്റെ ഒരു വലിയ ശക്തി കേന്ദ്രമായ വയനാട്ടിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ്? പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന സ്ഥലം കൂടിയാണല്ലോ വയനാട്. തീർച്ചയായിട്ടും ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ച സ്ഥലം കൂടിയാണ് വയനാട്. അവരുടെ കന്നി അംഗത്തിലാണ് അത്ര വലിയൊരു വിജയം വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. അതേ വയനാട്ടിലാണ് DCC അധ്യക്ഷനെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്ന ഒരു സാഹചര്യം. അത് NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിന് പിന്നാലെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് ND അപ്പച്ചനെ തുടരാൻ അനുവദിച്ചാൽ അത് രാഷ്ട്രീയമായി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന അഭിപ്രായവുമായി നേതാക്കൾ രംഗത്തെത്തുന്നത്. KPCC നേതൃത്വത്തെ തന്നെ അവർ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അവിടെ ഒരു അഴിച്ചുപണിക്ക് ഉടൻ തയ്യാറായില്ല എങ്കിൽ പാർട്ടിക്ക് അതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ KPCC ഭാരവാഹികളെ അറിയിച്ചിരിക്കുന്നത്. നിലവിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ അതുണ്ടാക്കുന്ന തിരിച്ചടികളെക്കുറിച്ച്
പാർട്ടിക്കും ആശങ്കയുണ്ട്. അതായത് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ മറ്റ് പലതുമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സമിതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആഭ്യന്തരമായി നടത്തുന്നുണ്ട്. അങ്ങനെ ആ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നാൽ അത് ഇടതുപക്ഷം ആയുധമാക്കാനുള്ളൊരു സാധ്യതയാണ് KPCC നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കാൻ അവർ തയ്യാറാകാത്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ അവിടെ നടക്കുന്ന ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അവർക്കടക്കം ഈ ആഭ്യന്തര അന്വേഷണം നടത്തുന്ന സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം ഇതിൽ തുടർ നടപടി മതി എന്നൊരു നിലപാടിലാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, വയനാട്ടിൽ സുഗമമല്ല കാര്യങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് വയനാട്ടിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. അവിടെ ചർച്ചകൾ സജീവമാവുന്നതിനിടെയാണ് കോൺഗ്രസിന് തലവേദനയായി തൃശൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ പരാതികൾ ഉയരുന്നത്. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി പോലും ചേരാൻ കഴിയാത്ത വിധത്തിൽ അഭിപ്രായ വ്യത്യാസം നേതാക്കൾക്കിടയിലുമുണ്ട്. അതിനിടയിൽ ഇത്തരം പരാതികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ശബരിമലയിലേക്ക് പോവുകയാണ്. അവിടെ മകരവിളക്കിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്തിസാന്ദ്രം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം ശബരിമലയിലേക്ക് പുറപ്പെടുകയാണ്. ഇന്ന് ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് പൂജകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ ശേഷമായിരിക്കും ഘോഷയാത്ര പുറപ്പെടുക. പന്തളം കൊട്ടാരത്തിലെ തൃക്കേട്ടനാൾ രാജരാജവർമ്മയാണ് ഘോഷയാത്രയിലെ രാജപ്രതിനിധി. പുലർച്ചെ 5-ന് പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ പ്രത്യേക പേടകത്തിലാക്കി ക്ഷേത്ര തിരുമുറ്റത്തെത്തിക്കും. ഇവിടെ ഭക്തർക്ക് ഉച്ചയ്ക്ക് 12 വരെ തിരുവാഭരണങ്ങൾ ദർശിക്കാം. ചടങ്ങുകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്ന് പുറപ്പെടും. 60 വർഷമായി തിരുവാഭരണ പേടകം വഹിക്കുന്ന ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. ഘോഷയാത്ര കടന്നുപോകുന്ന വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാത്രി 9-ന് അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും. 13-ന് പുലർച്ചെ 3-ന് പുറപ്പെടുന്ന ഘോഷയാത്രാ സംഘത്തിന്റെ വിശ്രമം ലാഹാസത്രത്തിലാണ്. ഇവിടെ നിന്നും മകരവിളക്ക് ദിവസമായ 14-ന് പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയോടെ വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല, അപ്പാച്ചിമേട് വഴി വൈകിട്ട് 4-ന് ശബരി പീഠത്തിലെത്തും. ഇവിടെ നിന്നും 5 മണിക്ക് ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരുന്നതോടെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. വൈകിട്ട് 6:15-ന് സന്നിധാനത്തെത്തിക്കുന്ന തിരുവാഭരണങ്ങൾ തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് 6:30-ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ന്യൂസ് 18 സന്നിധാനം. മറ്റന്നാൾ മകരവിളക്ക് നടക്കാനിരിക്കെ ശബരിമലയിൽ കുറേ നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്കായി ആളുകളുടെ എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട്. 60,000 പേർക്ക് ഓൺലൈൻ വഴിയും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ഇന്ന് ശബരിമലയിലെത്താം. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന പമ്പ സംഗമം ഇന്ന് നടക്കുന്നുണ്ട്. നാളെയാണ് പമ്പ വിളക്കും പമ്പ സദ്യയും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശബരിമലയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഈ മകരവിളക്കിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ടാവും. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ ശ്രീജിത്തിന് പിറകിൽ കാണാം. വലിയ ക്യൂ ഉണ്ട്. അവിടെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടമായല്ലോ. ഈ പമ്പ സദ്യയൊക്കെ ഇന്ന് നടക്കാനിരിക്കെ എങ്ങനെയാണ്, നാളെ നടക്കാനിരിക്കെ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മകരവിളക്കിന് ഒരുങ്ങിക്കഴിഞ്ഞു ശ്രീജ. സന്നിധാനം എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സുരക്ഷാ പരിശോധനകൾ അടക്കം പൂർത്തിയായി. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി അവസാനഘട്ട സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു. എന്തായാലും ഇന്നു മുതൽ നിയന്ത്രണമുണ്ട്. ഇന്നു മുതൽ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇതിനകം തന്നെ ഫലത്തിൽ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രാവിലെ ഉഷപൂജ ആയതിനാലാണ് നമുക്ക് പിന്നിൽ കണ്ട ഫ്ലൈ ഓവറിൽ അത്രയധികം തിരക്ക് വന്നത്. ആ സമയത്ത്
ഭക്തർക്ക് ദർശനം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ 18-ാം പടിയുടെ കാഴ്ച കണ്ടാൽ തന്നെ വളരെ കുറച്ചു ഭക്തരാണ് കയറി വരുന്നത്. അതായത് ഇതിനകം തന്നെ ഇന്നലെ പോലീസ് ചൂണ്ടിക്കാട്ടിയ കണക്ക് പ്രകാരം ഇതിനകം തന്നെ 1 ലക്ഷം ഭക്തർ സന്നിധാനത്ത് വിവിധയിടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പർണശാലകൾ കെട്ടി ഈ പാണ്ടിത്താവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ട്. പോകുന്ന വഴികളിലെല്ലാം ഭക്തർ രാത്രി കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് 60,000 പേര് വന്നാൽ നാളെ 50,000, മറ്റന്നാൾ 40,000. ഇത്ര ആളുകൾ വന്നാൽ തന്നെ വലിയ തിരക്കിലേക്ക് പോകും. ഏതാണ്ട് 3 ലക്ഷം ഭക്തർ ആ ദിവസം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. എന്തായാലും ഇന്നെത്തുന്ന ഭക്തർക്ക് വളരെ സുഗമ ദർശനം ഉറപ്പിക്കാം. പക്ഷേ ഈ ദിവസങ്ങളായി ഇന്നു മുതൽ വരുന്ന ആളുകൾ മുഴുവൻ ഈ മകരവിളക്ക് ദർശനത്തിനായി വരുന്നവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2018 ശേഷം ആദ്യമായാണ് പമ്പാ സംഗമം നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ്. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. നടൻ ജയറാം ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥിയായി എത്തുന്നു. വൈകുന്നേരം 4 മണിക്ക് പമ്പാ സംഗമം നടക്കും. നാളെയാണ് ഈ ആലങ്ങാട് അമ്പലപ്പുഴ സംഘങ്ങൾ പമ്പയിലെത്തി പമ്പാ സദ്യയും പമ്പ വിളക്കും ഒക്കെ നടത്തുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി മകരവിളക്ക് ആ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പാണ്. അന്നേ ദിവസം 14 രാവിലെ 8:45 മകരസംക്രമ പൂജയുള്ളത്. വൈകുന്നേരം തിരുവാഭരണം ചാർത്തി ദീപാരാധന കഴിഞ്ഞാൽ മകരവിളക്ക് തെളിയും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് നിന്ന് ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളുടെ എണ്ണത്തിലൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ എത്തുന്നവർക്ക് ശ്രീജിത്ത് പറഞ്ഞ പോലെ വളരെ ഭംഗിയായി ദർശനം നടത്താം. ഇന്ന് പമ്പാ സംഗമം നടക്കും. നാളെ പമ്പാ വിളക്കും പമ്പാ സദ്യയും നടക്കും. എല്ലാം കൃത്യമായി തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് പോലീസും ദേവസ്വം അധികൃതരും. മകരവിളക്കിനായി ശബരിമലയിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. 5000-ഓളം പോലീസുകാരെയാണ് വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. മകരവിളക്ക് പൂർത്തിയായാൽ ഭക്തർക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് 1800, പമ്പയിൽ 800, നിലയ്ക്കലിൽ 700 എന്നിങ്ങനെയാണ് പോലീസ് വിന്യാസം. ഇടുക്കി ജില്ലയിലെ പുല്ലുമേട് ഉൾപ്പെടെയുള്ള വ്യൂ പോയിന്റുകളിൽ 1050 പോലീസുകാർ സുരക്ഷ ഒരുക്കും. എരുമേലി ഉൾപ്പെടെ കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളിൽ 650 പോലീസുകാരാണ് സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുക. സന്നിധാനത്ത് ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഉണ്ടാകുക. പമ്പയിൽ റേഞ്ച് IG ശ്യാം സുന്ദർ, നിലയ്ക്കലിൽ IG അജിത ബീഗം എന്നിവർ നേതൃത്വം നൽകും. ഇപ്പോൾ തന്നെ നമ്മൾ കണക്കാക്കുന്നത് ഏകദേശം 1 ലക്ഷം ആൾക്കാർ ഇവിടെ ആയിട്ട് താമസിക്കുന്നു. അപ്പോൾ മാക്സിമം ആൾക്കാർ ദർശനം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ കയറി വരുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാർ ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷം പോലെ ഇവിടെയും ആൾക്കാർ നമ്മൾ എത്ര പറഞ്ഞാലും കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള സൗകര്യവും പിന്നെ ജ്യോതി കണ്ടിട്ട് പോകാനുള്ള ഒരു സ്കീം ആണ് നമ്മൾ റെഡിയാക്കി വെച്ചത്. മകരവിളക്ക് പൂർത്തിയായാൽ മടങ്ങുന്നതിന് 2 വഴികളാണുള്ളത്. പാണ്ടിത്താവളത്തിൽ നിന്ന് ദർശനം കോംപ്ലക്സിന്റെ പിൻഭാഗം വഴി പോകാം. മാളികപ്പുറത്തു നിന്ന് ബെയിലി പാലം വഴിയും പോകുന്നതിന് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഗവി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അനധികൃതമായി സംഘടിക്കുന്നത് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അനധികൃതമായി വ്യൂ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേക പെട്രോളിംഗ് പാർട്ടികളെ ഫോറസ്റ്റുമായി ചേർന്ന് പ്രത്യേകിച്ച് ആ ഗവി ഭാഗത്ത് ഒക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ആൾക്കാരെ ഇട്ടിട്ടുണ്ട്. അതിന് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആൾക്കാരെ നിരീക്ഷിച്ച് നിയന്ത്രണത്തിൽ അവരെ കോഷൻ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എരുമേലി കാനനപാത വഴി വരുന്നവർക്ക് ഇനി പ്രത്യേക പാസ് നൽകേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമെന്നും പോലീസ് നേതൃത്വം പറയുന്നു. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ PV അൻവർ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രം. അതെപ്പോഴും അങ്ങനെയാണ്. അൻവർ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. എന്തായാലും PV അൻവറിന്റെ തൃണമൂൽ പ്രവേശനമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നത്. PV അൻവർ MLAക്ക് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിൽ UDFന്റെ ഭാഗമാക്കണോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഭിന്നതയില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ ചെന്നിത്തല അങ്ങനെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ കേരളത്തിൽ കഴിയില്ല എന്നതാണ് K മുരളീധരന്റെ നിലപാട്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുള്ള വിവരം അറിഞ്ഞു. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല.
അത് ചർച്ചകൾ ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കൂ. അദ്ദേഹം ആദ്യം UDF നേതൃത്വത്തെ സമീപിക്കണം. സമീപിച്ച് ാണ് ചർച്ചകൾ നടക്കുന്നത്. പാർട്ടികളിൽ ഭിന്നത ഉണ്ടോ? രൂക്ഷമാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഇതുവരെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഭിന്നതയുടെ പ്രശ്നമില്ല. തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും അവരെല്ലാ പ്രവൃത്തിയും കോൺഗ്രസിനെതിരാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ പോലും അവർ ചോദ്യം ചെയ്യുന്നു. ബംഗാളിൽ ഞങ്ങളുടെ കഴിഞ്ഞ ലോക്സഭയിൽ ഞങ്ങളുടെ പാർട്ടി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയെ BJPയുമായി ചേർന്ന് തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ യോജിക്കാൻ കഴിയില്ല. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ആണ് എല്ലാം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ദഹിക്കില്ല. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഇതിപ്പോൾ അൻവറിന്റെ കാര്യത്തിലാണ് പുതിയ തർക്കം. കോൺഗ്രസിനകത്ത് തർക്കങ്ങൾക്ക് ഒരു പഞ്ഞുമില്ല. അൻവറിന്റെ കാര്യത്തിൽ തർക്കമില്ല, ചർച്ച ചെയ്തില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് ആ അതൃപ്തി, അങ്ങനെ പെട്ടെന്നൊന്നും അൻവർ ഇങ്ങോട്ട് വരണ്ട എന്നൊരു അതൃപ്തി വ്യക്തമാണ്. പക്ഷെ അതിലൊരു വൈരുദ്ധ്യമുള്ളത് ഇന്ത്യ മുന്നണിയിൽ അംഗമായ CPMഉം കോൺഗ്രസും നിലനിൽക്കുമ്പോഴാണ്, ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് തൃണമൂലുമായി ഞങ്ങൾക്ക് ചേരാൻ കഴിയില്ലെന്ന് മുരളി പറയുന്നത് എന്നത് ഒരു കൗതുകമായി തോന്നുകയും ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ ഒരു തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവറിനെ UDFയിലേക്ക് എടുക്കണോ വേണ്ടയോ, ഭാഗമാക്കണോ, സഹകരിക്കണോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞതാണ്. K മുരളീധരൻ അത് കുറെ കൂടി തെളിഞ്ഞ ഭാഷയിൽ തന്നെ പറയുന്നു, തൃണമൂൽ കോൺഗ്രസ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ദഹിക്കില്ല എന്ന്. അതായത് ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസിൽ ഉൾപ്പെട്ട അൻവറിനെ കേരളത്തിലെ കോൺഗ്രസുമായോ UDFുമായോ സഹകരിപ്പിക്കാൻ താല്പര്യമില്ല, കഴിയില്ല എന്ന ഒരു നിലപാടാണ് K മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത്. ചെന്നിത്തലയാകട്ടെ കുറച്ച് തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തൃണമൂലിൻ്റെ അദ്ദേഹത്തിന് ചേരാൻ സ്വാതന്ത്ര്യമുള്ള തൃണമൂൽ കോൺഗ്രസ്സിൽ മറ്റു കാര്യങ്ങളൊക്കെ UDF ചർച്ച ചെയ്യട്ടെ, മറ്റു എതിരഭിപ്രായങ്ങളൊന്നുമില്ല എന്ന് സാധാരണ ഒഴിഞ്ഞു മാറി പറയുന്നത് പോലെ തന്നെ രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമുക്കറിയാം UDF PV അൻവറിനെ എടുക്കുന്നത് സംബന്ധിച്ച് UDFിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ അദ്ദേഹം തൃണമൂൽ ചേരുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സഹകരിച്ചു പോകാമെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പോലും അതിനോട് പൂർണ്ണ അർത്ഥത്തിൽ ഒരു മറുപടി UDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം ലീഗ് നേതാക്കളെ കണ്ടു, സഹകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിൽ പിന്തുണയ്ക്കുമെന്ന് ലീഗ് അറിയിച്ചു. ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പോയെങ്കിലും അദ്ദേഹത്തിന് UDF നേതാക്കളെ, കോൺഗ്രസിലെ മറ്റു നേതാക്കളെയൊക്കെ കണ്ട് ലീഗ് നേതാക്കളെ കൺവിൻസ് ചെയ്ത പോലെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടി ഭാഗമായതോടെ അദ്ദേഹം PV അൻവർ ഇപ്പോഴും പറയുന്നത് അംഗമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ UDFുമായി എങ്ങനെ സഹകരിച്ചു പോകുമെന്ന കാര്യത്തിലൊക്കെ UDFിനുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടതുണ്ട്. അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിൽ ഏറെ പ്രതിസന്ധികൾ കൂടുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. നേരത്തെ രാഷ്ട്രീയമായിട്ട് ഒരു അഡ്രസ് ഇല്ലാത്ത സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ പോലും UDFിലേക്ക് അടുക്കുവാൻ അദ്ദേഹത്തിന് പ്രതിബന്ധങ്ങൾ ഏറുകയാണ് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. മലപ്പുറത്ത് നിന്ന് PV അൻവറിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഒരു താല്പര്യമൊക്കെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ UDF പൊതുവെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ തൃണമൂലിൽ ചേർന്നതോടെ, തൃണമൂലിനോട് അടുത്തതോടെ ഇത് എങ്ങനെയാവും, ഈ കോമ്പിനേഷൻസ് എങ്ങനെയാവും ഇത് വർക്ക് ചെയ്യാന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് പ്രത്യേകതയുള്ളതായിരിക്കും. അത്തരം പ്രത്യേകതയുള്ളവർക്ക് കുറച്ച് ആശംസയൊക്കെ ആവാം. ഇന്നത്തെ സ്പെഷ്യൽ ഡേ നമുക്ക് ഒന്ന് നോക്കാം. ബാലരാമപുരം സ്വദേശി ശ്രീലക്ഷ്മിയുടെ പിറന്നാളാണ് ഇന്ന്. ശ്രീലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ. ന്യൂസ് 18 കേരളത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ പാർവതിയുടെ ചേച്ചിയാണ്. അപ്പം ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ് ശ്രീലക്ഷ്മി. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാം. ന്യൂസ് 18ലൂടെ ആശംസകൾ അറിയിക്കാം. അതിനായി ഒരു വാട്സപ്പ് ചെയ്താൽ മതി. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 9346975748 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ പറയുന്ന ഫോർമാറ്റിൽ സ്പെഷ്യൽ ഡേ, നെയിം, ഫോൺ നമ്പർ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ അയയ്ക്കുക. പിറന്നാൾ, വിവാഹ വാർഷികം, അങ്ങനെ എന്തും ആവട്ടെ, നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും വിശേഷ ദിവസങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം, വിശദമായി തന്നെ ഇടവേളയ്ക്ക് ശേഷം.
ഹണി റോസ് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം വലിയ ആരോപണമാണ്, കടുത്ത മാനസിക സമ്മർദ്ദമാണ്. അവർക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങളുടെ എല്ലാം ഉത്തരവാദി താങ്കളാണ്. താങ്കൾക്കെതിരെ വലിയ നിയമ നീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല. രാമപിള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ പറയുക യോജിക്കുന്നു. ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന, എന്നുമുള്ള അഭ്യർത്ഥന, ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ്. സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് വന്ന വ്യക്തിയാണ്. ഹണി റോസ് നല്ല കലാകാരിയാണ്. പക്ഷേ ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ എത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം, സംശയമില്ല. ഇനി ഹണി റോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുൽ ഈശ്വർ ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പരാമർശം വിമർശനം ഉണ്ടായിട്ടുണ്ട് 100%. പക്ഷേ 0.001 സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ പോലും കൂടാതെ തന്നെ ജയിലിലിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. ഹണി റോസ് വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഹണി റോസ് ഇനിയും കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമർശനങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കൂടി എടുക്കണം എന്ന് ഹണി റോസിനോട് പറഞ്ഞു. ഹണി റോസ് ഒക്കെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കാണണം. പ്രത്യേകിച്ച് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഹണി റോസും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം കാണിക്കണമെന്നുള്ളതാണ് ഹണി റോസ്. രാഹുൽ ഈശ്വർ, അതിനപ്പുറം താങ്കൾ നടത്തിയ പരാമർശത്തിനപ്പുറം അതിരൂക്ഷമായ സൈബർ ബുള്ളിയിങ് നടക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കുടുംബം വേട്ടയാടപ്പെടുന്നു, താനും വേട്ടയാടപ്പെടുന്നു. അതിന് ഉത്തരവാദി താങ്കളാണ്. അതാണ് ആക്ഷേപം. താങ്കളുടെ പരാമർശം അത് ഇടവെച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഈ കാര്യത്തിൽ ഹണി റോസ് ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഹണി റോസിന്, അതായത് ഹണി റോസിന്റെ കുടുംബവും മറ്റും വേട്ടയാടപ്പെടുന്നെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ, അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം. അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിനെ, ഹണി റോസിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും നെഗറ്റീവായി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബത്തെ പറയുകയാണെങ്കിൽ, കാര്യം അവരിതിലൊന്നും ഇൻവോൾവ് അല്ലാത്തവരാണ്, അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും വിരോധമില്ല. വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ഇനി ചുമ്മാ പറയുന്നതല്ല, അതായത് ചുമ്മാ ഒരു സോഫ്റ്റ് ആക്കാൻ പറയുന്നതല്ല. ഹണി റോസിനെയും ഹണി റോസിന്റെ കുടുംബത്തെയും കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്റെ സുഹൃത്ത് നാഷ് ഖാൻ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ്. അപ്പൊ ഹണി റോസിനെ അടക്കം ഹണി റോസിന്റെ കുടുംബത്തെ കുറിച്ച്, ബോയ് ഫ്രണ്ട് ആ സിനിമയുടെ കാലം മുതൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അവരുടെ ഫാമിലിയൊക്കെ വളരെ പോസിറ്റീവും കോർഡിയലുമാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹണി റോസിനോടൊപ്പമാണ്, ഹണി റോസിന്റെ കുടുംബത്തോടൊപ്പമാണ്. പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, രാഹുൽ ഈശ്വർ അല്ല. രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന ഈ വിമർശനങ്ങളെ ക്രോഡീകരിച്ച് സമൂഹത്തിൽ സഭ്യമായി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാഹുൽ ഈശ്വർ, താങ്കൾ അത് പറയുമ്പോഴും താങ്കളുടെ വാദങ്ങളെ ആയുധമാക്കി, ഒരു പക്ഷേ താങ്കൾ നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ കൂടിയും ആയുധമാക്കി സമൂഹ മാധ്യമങ്ങളിൽ അത് ഹണി റോസിനെതിരെയും അവരുടെ കുടുംബത്തിന് ഇതുവരെ നമ്മൾ കുറേ വാർത്തകൾ കണ്ടു, വിശേഷങ്ങൾ കണ്ടു, വിശദാംശങ്ങൾ അറിഞ്ഞു. എന്നാലും ഇന്ന് എന്തൊക്കെ, എപ്പോഴൊക്കെ, എവിടെയൊക്കെ സംഭവിക്കും? ഒറ്റയടിക്ക് അറിഞ്ഞാൽ നല്ലതല്ലേ? അപ്പോൾ നമുക്ക് കാണാം ഇന്ന് ഇത് സംഭവിക്കും. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് വിവിധ ചടങ്ങുകൾക്കും പൂജകൾക്കും ഒക്കെ ശേഷമായിരിക്കും ഘോഷയാത്ര തുടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ഇന്ന് കേസെടുത്തേക്കും. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയാണ് ഇന്നലെ ഹണി റോസ് പരാതി നൽകിയത്. മുൻകൂർ ജാമ്യം തേടി രാഹുലും കോടതിയെ സമീപിച്ചേക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വിശ്വാസികൾ നടത്തുന്ന പ്രതിഷേധത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇന്ന് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് പങ്കെടുത്തു. ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ വലിയ ചർച്ചയായ ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര സമാധി കേസ്. ഈ കേസിൽ പോലീസിന്റെ അപേക്ഷയിൽ കളക്ടറുടെ തീരുമാനം ഇന്നുണ്ടാകും. ഉത്തരവ് ലഭിച്ചാൽ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് മൃതദേഹത്തിന്റെ പരിശോധനയുണ്ട്.
ഇന്ന് ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് ഇന്നും നാളെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. 2 ദിവസം സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. കയ്യിൽ വെള്ളം കരുതണം, കുട കരുതണം. അങ്ങനെ ചൂടിൽ നിന്ന് ഒരു പ്രതിരോധം ഒരുക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ദുബായ് മാരത്തൺ ഇന്നാണ്. ജുമൈറ സ്ട്രീറ്റിലും കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്ട്രീറ്റിലുമാണ് മത്സരം നടക്കുക. കായിക ലോകത്ത് ഇന്ന് എന്താണ് നടക്കാനുള്ളത് എന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യൻ വനിതാ ടീമും അയർലൻഡും തമ്മിലുള്ള 2ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാജ്കോട്ടിലെ സൗരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാവിലെ 11-നാണ് മത്സരം. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മിന്നു മണിയും ടീമിലുണ്ട്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട പോരാട്ടം ഇന്ന്. റയൽ മാഡ്രിഡും ബാഴ്സലോണയും ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ രാത്രി 12:30-ക്ക് മുഖാമുഖം എത്തുന്നുണ്ട്. കാത്തിരിക്കാം. ഇനി നമ്മൾ പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് എന്നറിയാനാണ്. ജാഗ്രത. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ മാമി എന്ന ആട്ടൂർ മുഹമ്മദിന്റെ തിരോധാനം ഒരു സമയത്ത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയുണ്ടായി. പിന്നീട് അത് PV അൻവറാണ് വീണ്ടും വലിയ ചർച്ചയാക്കിയത്. ഇപ്പോൾ ആ തിരോധാനം വീണ്ടും വാർത്തകളിൽ വലിയ തോതിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്തിനെ കാണാതായി. അത് വലിയ വാർത്തയായി. രജിത്തിനെ പിന്നീട് ഗുരുവായൂരിൽ കണ്ടെത്തി. അതിനുശേഷം ഇന്നലെ രജിത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലുകളും വലിയ ചർച്ചയാവുന്നു. എന്നാൽ ഇന്നലെ രജിത്ത് നടത്തിയ പരാമർശങ്ങളൊക്കെ മാമിയുടെ ഭാര്യ റംല തള്ളിക്കളയുകയാണ്. മാമിയെ ഫോണിൽ ലഭിക്കാതെ വന്നതോടെ പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞത് രജിത് കുമാർ തന്നെയാണെന്നാണ് മാമിയുടെ ഭാര്യ റംല ന്യൂസ് 18നോട് പറഞ്ഞത്. പരാതി നൽകാൻ തയ്യാറെടുത്തപ്പോൾ തന്നെയും മാമിയുടെ സുഹൃത്ത് ബിനോജിനെയും മാമി വിളിച്ചിരുന്നു എന്ന് രജിത് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഈ മുഹമ്മദ് എന്ന മാമിയെ യുവതിയുമായി ബീച്ചിൽ കണ്ടെന്ന കഥ കെട്ടിച്ചമച്ചതാണെന്നും റംല വ്യക്തമാക്കി. 2023 ഓഗസ്റ്റ് 21 രാവിലെ എന്നും പതിവ് പോലെ പോകുന്നത് പോലെയാണ് ഹസ്ബൻഡ് പോയത്. പക്ഷേ പോയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മളിങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട്. പോയി കഴിഞ്ഞ ശേഷം അന്ന് പിന്നെ 21 തിങ്കളാഴ്ച 3 പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നു പറഞ്ഞത് കൊണ്ട് അതെന്തായി എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവർക്ക് വേണ്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയായോ എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ 11 മണിക്ക് വിളിച്ച്, 2 മണിക്ക് വിളിച്ചു, പിന്നെ 4 മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗസ്റ്റുകളെല്ലാം ഉമ്മ ഉണ്ടല്ലോ ഇവിടെ, വയസ്സായ ഉമ്മയുള്ളത് കൊണ്ട് ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടി ഒരു 6 ഇദ്ദേഹം എത്തിയില്ല. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 6:50 ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, സോറി അവരൊക്കെ വന്നോ, എനിക്ക് തിരക്കാണ്, എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും പിന്നെ 7 മണിയാകുമ്പോൾ ഞാൻ ഈ ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ടുള്ള പിന്നെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ചോദിച്ച്, ഹലോ സോറി കേട്ടോ എല്ലാവരും എത്തി, എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എത്താൻ ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറയുന്നതാണ്, ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു 7:45 പിന്നെ 7:30 തൊട്ട് 7:30, 7:45, 8, 8:30, 9, 9:30, 10, 12 മണി വരെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എന്തൊരു സാധനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയോട് പറയുക, ഒരു ഭാര്യൻ്റെ ഒരു വേദനയാണല്ലോ. അപ്പം ഞാൻ രാവിലെ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ എനിക്ക് എക്സാം ആയിരുന്നു. അപ്പം എനിക്ക് വിളിക്കാനൊന്നും കഴിഞ്ഞില്ല. സ്കൂളിലെത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് മിസ് കോള് കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്തോ ബേജാറായി തുടങ്ങി, പഠിച്ചോനെ എന്തോ പറ്റിയോ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു 1:45 ഡ്രൈവറെ വിളിച്ച്, പിന്നെ രജി മാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എല്ലാവരും കൂടി വിളിക്കുന്നത്, മാമിക്ക് എന്താ പറ്റി വെച്ചപ്പോൾ ടീച്ചറേ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്ന് മാമിക്ക് 2 മണിക്ക് അന്ന് പിന്നെ ഒരു രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനോജ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പിന്നെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളത്. അയാളെയും മാമി വിളിച്ചിട്ടുണ്ട്, എന്നെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ അയാളെയൊക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനം. അപ്പോൾ അയാളിനോട് പറഞ്ഞു, ടീച്ചറെ പ്രശ്നമൊന്നുമില്ല, ടീച്ചർ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എവിടെ എത്തി,
പിന്നെ 2 മണിക്കാട്ടോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. പേടിക്കാന്നില്ല ടീച്ചറെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എന്താ രജിക്കനെ ഫോൺ കൊടുത്ത് പിന്നെ എന്നെ ഒരുപാട് മാമിൻ്റെ വലിയ വലിയ ഫ്രണ്ട്സുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറെ ഇത് എന്തോ കിട്ടുന്നില്ലല്ലോ ടീച്ചറെ, പ്രയാസമാവുന്നു, നമുക്ക് എന്താ FIR കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ വലിയ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഒരു 5:30 ആകുമ്പോൾ 6 മണിക്കായിട്ടുണ്ടാവും. രജി പറഞ്ഞു, ടീച്ചറെ പിന്നെ മാമിൻ്റെ ഈ ഫ്രണ്ട് ബിനോജ് നല്ല ഉയരങ്ങളൊക്കെ നല്ല പിടിപാടുള്ള ആളാണ്, അയാൾക്ക് ഇതൊക്കെ എങ്ങനെ കൊടുക്കാന്നൊക്കെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള നല്ല പിന്നെ DGP അതായത് പോലീസുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ടീച്ചറെ ഫോണിൽ നിന്ന് പിന്നെ ഒരു മെയിൽ പിന്നെ ബിനോജിന് വിടണം എന്ന് രജിയാണ് എന്നെ പറഞ്ഞ് വിളിക്കുന്നത്. അതുകൊണ്ട് ടീച്ചറെ നക്ഷത്രൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് എനിക്കൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞു കൊടുത്ത് എന്നിട്ട് പിന്നെ ബിനോജ് സാറിൻ്റെ നമ്പറും എനിക്ക് തന്നു. ആ ബിനോജ് സാറിൻ്റെ നമ്പറിലേക്കാണ് നമ്മൾ മെയിൽ പിന്നെ ഇതിട്ട് കൊടുത്തത്. അങ്ങനെ സാർ അതിൽ തിരിച്ച് നമുക്ക് എന്ത് ചെയ്തു, ഈ മാറ്റർ ഇട്ട് തന്നു. മാറ്ററൊക്കെ നമ്മൾ നന്നായിട്ട് പിന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് അപ്പോൾ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞേ പിന്നെ ടീച്ചറെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം ചിക്ബല്ലാപ്പൂർ ഒരു ബിസിനസ്സിന് പോയതാണ്, ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എത്താവുമായിരിക്കും, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊടുത്ത സാധനം ചെയ്ത് ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്തിനാ ടീച്ചർ അങ്ങനെ ചെയ്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഇതിപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിന്നെ കുറവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതെന്തിനാ പിന്നെ അങ്ങനെ, അത് ഞങ്ങൾ മക്കൾ പേടിക്കേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പിന്നെ അമീൻക പിന്നെ ഈ ബിനോജിനോട് ബന്ധപ്പെട്ട് ബിനോജിനോട് സംസാരിച്ചപ്പോൾ ടീച്ചറെ വേണ്ടായിരുന്നു, അത് പിന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പിന്നെ രജിനെ വിളിക്കാൻ പറഞ്ഞു. രജിനെ വീണ്ടും വിളിച്ച് അവനെ പിന്നെ രജി വരണം, എനിക്ക് 9 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം, അപ്പം നടക്കാവ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പേടിയായതുകൊണ്ട് അപ്പോൾ രജി വരണം. രജിനെ വിളിച്ചപ്പോൾ രജി പറഞ്ഞു, ഞാൻ കുറച്ച് ദൂരെയാണ് ടീച്ചറെ, കുറച്ച് സമയം എടുക്കും, പറ്റില്ല രജി വരണം, കാരണം ദൂരെ ആയതുകൊണ്ട് ഇനി നമുക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് രജി വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ പിന്നെ താഴെ ഉണ്ട് പിന്നെ രാജീവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താഴെ ചെന്ന് നോക്കുമ്പോൾ രജി അല്ല വന്നത്, രാജീവായിരുന്നു. അങ്ങനെ രാജീവിൻ്റെ കൂടെ കാറിൽ നമ്മൾ പിന്നെ ഇവിടെ പോയി നടക്ക സ്റ്റേഷനിൽ പോയി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ ആ സമയത്തൊക്കെ അവിടെ അപ്പം പിന്നെ രാജീവ് വന്ന് പിന്നെ രജിനോട് പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റേഷൻ്റെ പുറത്തുണ്ട്, പിന്നെ ഞാൻ ലുങ്കി എടുത്തുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് വരാനൊരു ഒരു ഇതുണ്ട്, ഒരു ജാള്യത ഉണ്ട്, അതുകൊണ്ട് ഞാൻ നീ അവിടെ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു, വരണം എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ കൂട്ടത്തിൽ അവരിങ്ങനെ പിന്നെ ഇവരൊക്കെ വന്ന ആളുകൾ പിന്നെ രാജീവ് ഉണ്ടായിരുന്നു, പിന്നെ ബിനോജ് ഉണ്ടായിരുന്നു, പിന്നെ മാമിൻ്റെ ഒരു ഫ്രണ്ട് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഞങ്ങളെ തിരഞ്ഞ് അവിടെ വന്നു. നമുക്ക് എന്തൊരു പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി വരുന്ന ഫ്രണ്ട്സാണ് അവരൊക്കെ. അതുകൊണ്ട് അപ്പം നമുക്ക് അവർ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ആ സമയത്ത് അവിടെ എത്തി. ഇക്ബാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ആ സമയത്ത് അവിടെ എത്തി. ഈ മാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഇപ്പോൾ മാമിയുടെ ഭാര്യ റംല പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്നലെ ഡ്രൈവറായ രജിത്ത് പറഞ്ഞത്. ഈ രജിത്തിൻ്റെ ഇത് വന്നതിന് ശേഷമാണ് റംല ഇങ്ങനൊരു വിശദീകരണവുമായിട്ട് വരുന്നത്. ഇന്നലെ രജിത്ത് എന്താണെന്നു മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് നോക്കാം. മാമി നഗരത്തിൽ നിന്ന് പോയി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പരാതി നൽകിയതിൽ അസ്വാഭാവികത ഉണ്ടെന്നൊക്കെയായിരുന്നു രജിത്ത് പറയുന്നത്. ഇപ്പോൾ റംല പറയുന്നു രജിത്ത് നിർബന്ധിച്ചാണ് ആ പരാതി കൊടുക്കുന്നതെന്ന്. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് രജിത് കുമാറും ഭാര്യയും നഗരം വിട്ടിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി. നാട്ടിലെത്തിയ ശേഷമാണ് മാമിയുടെ കുടുംബത്തിന് നേരെ ഗൗരവതരമായ ആരോപണങ്ങൾ രജിത് മുന്നോട്ട് വയ്ക്കുന്നത്. മാമി നഗരത്തിൽ നിന്നും പോയി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി പലപ്പോഴും ദിവസങ്ങളോളം നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നയാളാണ് മാമി. പക്ഷേ മണിക്കൂറുകൾ മാത്രം മാറി നിന്നപ്പോൾ കുടുംബം പരാതി നൽകിയത് എന്തുകൊണ്ട്? ഒരാള് കാണാതെ പോയിട്ട് അന്ന് തന്നെ പരാതി കൊടുത്തത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അന്ന് തന്നെ പരാതി കൊടുക്കാന്നാൽ എന്താണെന്നുള്ള ദുരൂഹത എനിക്ക് മനസ്സിലായില്ല. മാമിയെ കാണാതാവുന്നതിന് തൊട്ടുമുമ്പ് ഭാര്യമാരിൽ ഒരാൾക്ക് അൻവർ എന്നയാളുമായി ബന്ധപ്പെടണമെന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഇക്കാര്യവും പോലീസ് പരിശോധിച്ചില്ല. അവസാനം മെസ്സേജ് പോലീസ് ആണ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അയാൾ ഹൈദരാബാദിലുള്ള ഒരു ഭാര്യയ്ക്ക് അർജന്റായിട്ട് ഏതോ അൻവറിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയക്കുകയോ ഇനി വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയം അറിയില്ല.
വ്യക്തമായിട്ട് എനിക്കറിയില്ലല്ലോ, പറഞ്ഞു കേൾക്കില്ലല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഹൈദരാബാദിലെ ഭാര്യയ്ക്കും ആ പറഞ്ഞ ഏതാണോ അൻവർ എന്ന അൻവറിനും ഈ കാര്യം അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാതാവുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം മാമിയെ അപരിചിതയായ യുവതിക്കൊപ്പം ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു. ഇക്കാര്യവും പോലീസിനെ അറിയിച്ചു. ബീച്ചിൽ ഞാനൊരു സ്ത്രീയെ കണ്ടിരുന്നു, ഇയാൾ കൂടെ. അയാൾ ആരാന്നറിയില്ല എന്നാ പറഞ്ഞത്. കാറിൽ വെച്ച് കണ്ടെന്നാണ്? അല്ല, കാറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ബീച്ചിന്റെ പുറത്ത്. ആ പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. പെൺകുട്ടിയാണ്? പെൺകുട്ടിയാണ്, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ആരംഭിച്ച ശേഷം 4 വട്ടം രജിത്തിനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളുടെ കാറും ഭാര്യയുടെ ഫോണും പിടിച്ചെടുത്തു. ഭാര്യ തുഷാരയെ 1 വട്ടം ചോദ്യം ചെയ്തു. പിന്നാലെയാണ് ഇരുവരും നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരായത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇത് കുഴഞ്ഞു മറിഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ് ഈ കേസ്. ഇന്നലെ രജിത്തിനെ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം ഇന്നലെ രജിത്ത് കുറേ കാര്യങ്ങൾ, പുതിയ കുറേ കഥകൾ പറയുന്നു. അതെല്ലാം തീർത്തും അതിന് വിരുദ്ധമായ രീതിയിൽ റംലയുടെ വിശദീകരണം വരുന്നു. റംല പറയുന്നതനുസരിച്ച് രജിത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, രജിത്താണ് നിർബന്ധിച്ചത് ഈ പരാതി കൊടുക്കണമെന്ന്. പക്ഷേ അയാൾ പറയുന്ന കഥയിൽ ഒരു പുതിയ കഥാപാത്രം, ഒരു പെൺകുട്ടി വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഈ കേസ് ഇപ്പോൾ പോകുന്നത്? തീർച്ചയായും ശ്രീജ, അങ്ങേയറ്റം ഒരു ദുരൂഹതകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കേസ് നീളുന്നത്. നമുക്കറിയാം, നേരത്തെ പലവട്ടം നമ്മൾ ഈ മാമിയുടെ കുടുംബത്തെ കാണുകയും ഈ ടീച്ചർ റംല പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ റംലയും പലപ്പോഴും നമ്മളോട് സംസാരിച്ചത്. റെജി പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ കാണാതായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു പരാതി നൽകിയതെന്നാണ് പറഞ്ഞത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നമ്മൾ അവരെ കണ്ടപ്പോഴും ഇപ്പോൾ പറയുമ്പോഴും ഒക്കെ അവർ അതേ രീതിയിൽ തന്നെ പറയുന്നു. പക്ഷേ റെജി പെട്ടെന്ന് തിരിച്ച് വേറൊരു തരത്തിലേക്ക് സംസാരം മാറ്റുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കാരണം റെജി പറയുന്നത് സാധാരണ രീതിയിൽ ഒരു മനുഷ്യനെ കാണാതായാൽ, ഇപ്പോൾ തന്നെ കാണാതായാൽ പോലും ആദ്യം ഒരു രാത്രി കാണാതായാൽ ഒന്നും ചിലപ്പോൾ പരാതി കൊടുക്കില്ല. സുഹൃത്തുക്കളുടെ അവിടെ പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് പോയോ എന്നൊക്കെ തരും. ഇതിനുശേഷം മാത്രമേ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുള്ളൂ. പക്ഷേ ഇവിടെ ഈ മാമിയെ കാണാതായി, ഫോണിൽ ലഭ്യമല്ല എന്ന് കണ്ടപ്പോൾ തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് എന്തിനാണ്? ഇങ്ങനെ കാണാതായി എന്ന് പറഞ്ഞ് പരാതി നൽകേണ്ട ആവശ്യം എന്തായിരുന്നു? അതിൽ തന്നെ ദുരൂഹതയുണ്ട് എന്നാണ് റെജി പറയുന്നത്. പക്ഷേ മാമിയുടെ കുടുംബം പറയുന്നത് റെജി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ മാമിയുടെയും റെജിയുടെയും പൊതു സുഹൃത്തായ ബിനോജ് എന്ന ഒരു ആൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഉന്നതങ്ങളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്, ഒരു DGP തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ അറിയാം, അതുകൊണ്ട് നമുക്ക് വേഗം പരാതി നൽകാമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഈ കുടുംബം ഈ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് വിനോജിൻ്റെ ഫോണിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും റെജി വീണ്ടും അടുത്തൊരു കാര്യം പറയുന്നു. ചിക്ബല്ലാപൂരിൽ വെച്ച് ഉണ്ട്, ഈ മാമിയുണ്ട്, അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു, ബിനോജ് എന്ന ആൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഈ കുടുംബം ഡ്രാഫ്റ്റായി അയച്ച പരാതി ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം മാമി ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ നാണം കെടുത്താനായി ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും രാത്രിയാകുമ്പോൾ ആ മാമിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല, ചിക്ബല്ലാപൂരിലുള്ളതായും വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഉടനെ മറ്റു ചില സുഹൃത്തുക്കൾ കൂടി ഈ കുടുംബത്തോട് പറയുന്നു പരാതി നൽകണം. അങ്ങനെ അവർ നടക്കാവ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോകുന്നു. ഈ പരാതി നൽകാൻ പോകുന്നതിനിപ്പുറം റെജിയെ വിളിക്കുന്നുണ്ട്. കാരണം റെജിയാണ് ഇവരുടെ വാഹനം ഓടിക്കുന്ന ആൾ, അതുകൊണ്ട്. പക്ഷേ റെജി പറയുന്നു താൻ വളരെ ദൂരെയാണ്, ഞാൻ മറ്റൊരാളെ അയക്കാം എന്ന് പറഞ്ഞ് രാജീവ് എന്നൊരാളെയാണ് അങ്ങോട്ട് അയക്കുന്നത്. ഇതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും ഈ മാമിയുടെ ഭാര്യ വിളിക്കുന്നുണ്ട് റെജി. അപ്പോൾ റെജി സ്റ്റേഷനിൽ കുറച്ച് മാറിയാണുള്ളത്, പക്ഷേ ഞാൻ ലുങ്കി ഉടുത്തതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ ജാള്യതയുണ്ട് എന്ന് പറഞ്ഞ് അവിടെയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ. പിന്നെയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് റെജി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ നീക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് റെജി ഇങ്ങനൊരു മാറ്റി പറയുന്നു? കാരണം താൻ നിർബന്ധിച്ചിട്ട് പരാതി നൽകിയ കുടുംബത്തെ അയാൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഏറെ കൗതുകരം. ഒപ്പം ചിക്ബല്ലാപൂരിൽ ഉണ്ട് എന്നൊരു കള്ളം എന്തിന് ഈ കുടുംബത്തോട് പറഞ്ഞു എന്നതും ഏറെ കൃത്യമാണ്. ഇന്നലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അത് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ബിനോജ് എന്നയാൾ പറഞ്ഞതാണ്. അവർക്കൊരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസമാകട്ടെ എന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് റെജി പറയുന്നത്. ഒപ്പമാണ് ഈ ആദ്യ ഘട്ടത്തിലെത്തിയ അന്വേഷണ സംഘത്തിനോട് ഈ റെജി നൽകിയ ഒരു മൊഴിയായിരുന്നു ആദ്യ ഘട്ടത്തിൽ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത്. അതൊരു പെൺകുട്ടിക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ വെച്ച് മാമിയെ കണ്ടു എന്നതാണ്. കാറിനടുത്ത് ഇരുവരും അടുത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഒരു മൊഴി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം പൂർണ്ണമായും ലോക്കൽ പോലീസ് നീക്കിയത് ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു. ആരാണ് ഈ പെൺകുട്ടി? അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ടോ? പെൺകുട്ടിയെ തിരിഞ്ഞുള്ള CCTV ദൃശ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഫോൺ സംഭാഷണമുണ്ടോ?
ഈ കോൾ രജിസ്റ്ററുകളെടുത്ത് അതിൽ ഈ ഇത്തരത്തിലൊരു പുതിയ ആളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കി കുറേ അധിക ദിവസങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ സംഭവിച്ചത് ഈ കേസിൻ്റെ ഒരു സുവർണ്ണ നിമിഷങ്ങളിൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും പോലീസ് അത്തരം അവേഴ്സിൽ ലഭിക്കേണ്ട തെളിവുകൾ പലതും അവർക്ക് പരിശോധിക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണം നീട്ടാനോ കഴിയാതെ വന്നൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും ആ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങി. ഒപ്പം മറ്റു പല കഥകളും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അന്തരീക്ഷത്തിൽ. അത്തരം ഊഹാപോഹങ്ങളുടെ പുറകെ പോലീസിന് പോകേണ്ടി വന്നു. അത് കുടുംബം തന്നെ വിമർശിക്കുന്നുണ്ട്. കാരണം ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട പല തെളിവുകളും ഇത്തരത്തിൽ റെജി പറയുന്ന പല കഥകളെയും ചുറ്റിത്തിരിഞ്ഞ് പോലീസിന് നഷ്ടപ്പെട്ടു എന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ദുരൂഹമാണ്. കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പോലീസിന്റെ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരാളെ കാണാതായി, അയാൾ അത്യാവശ്യം വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇയാളെ പറ്റി ഒരു വിവരവും ഇല്ലാതിരിക്കെ ഇത്രയധികം കാലം മറ്റൊരാൾ വന്ന് ഒരു പക്ഷേ ഈ കേസുമായി ഏറ്റവും നിർണായക ബന്ധമുള്ള ഒരാൾ വന്ന് കുറേ കഥകൾ പറയുന്നു. ഇതിങ്ങനെ എത്ര നാൾ ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഒരു ഈ ഊഹാപോഹങ്ങൾക്കിടയിൽ പുകമറക്കിടയിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റും? തീർച്ചയായും അതൊരു ചോദ്യം തന്നെയാണ് ശ്രീധർ. കാരണം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് മാമി. അദ്ദേഹമാണ് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ അടക്കമുള്ള ഇടപാടുകൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ IMAയുടെ ഒരു 30 കോടിയിലധികം രൂപ വരുന്ന ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മോമി അപ്രത്യക്ഷനാവുന്നത്. ഈ മോമി പോയ ശേഷം ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ ഈ കച്ചവടം നടക്കുകയും ചെയ്തു. ഒപ്പം ഈ നഗരത്തിൽ ഏത് ഇടപാട് നടന്നാലും മോമി അറിയാതെ നടക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതീവ സമ്പന്നനായ ഒരാൾ, രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലൊക്കെ വലിയ പിടിപാടുള്ള ഒരാളാണ്. പക്ഷേ അയാളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഒരു ഘട്ടത്തിലും എത്താതെ പോകുന്നത്. നമ്മൾ ഈ ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് മറ്റുമൊക്കെ സംസാരിക്കുമ്പോഴും അവരും പറയുന്നത് ഈ അവരുടെ അന്വേഷണം പലപ്പോഴും ചെന്ന് നിൽക്കുന്നത് രജിത്തിലാണ്. രജിത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നാണ് അവരും വിശ്വസിക്കുന്നത്. കാരണം 25 വർഷത്തോളമായി മാമിയുടെ സ്വന്തം സഹചാരിയായി ഡ്രൈവറായി പോകുന്ന ഇടങ്ങളിലൊക്കെ പോയി എന്തൊക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അറിഞ്ഞയാളാണ്. ഈ ഡ്രൈവർക്ക് അപ്പുറം ചില ഭൂമി ഇടപാടുകളിൽ ഈ രജിത്ത് പങ്കാളി കൂടിയാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ ചിത്രത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം 7 മാസത്തോളം സൈനിക പരിശീലനം ലഭിച്ച ഒരാളാണ്. പട്ടാളത്തിൽ ചേർന്നിട്ട് പിന്നീട് പരിശീലനമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും മടങ്ങി വന്ന ആളാണ്. ഒപ്പം ഈ ആയോധന കലകളിലൊക്കെ വലിയ കരുത്തുള്ള ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, കുംഫു ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾ കൂടിയാണ് രജിത്ത്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ ഒരു മുൻകൂട്ടിയുള്ള ആസൂത്രണം എന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെയാണ് ആദ്യത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ പലവട്ടം രജിത്തിനെ ചോദ്യം ചെയ്തു, രാവും പകലുമൊക്കെയായി പല കാലങ്ങളിൽ ചോദ്യം ചെയ്തു. പക്ഷേ ഒടുവിൽ ഈ ഒരുപാട് ചോദ്യം ചെയ്യലായപ്പോൾ രജിത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ നോട്ടീസ് നൽകിയല്ലാതെ രജിത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം പിന്നീട് കേസ് ഒരു വിസ്മൃതിയിലേക്ക് പോവുകയും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് PV അൻവർ ചിത്രത്തിലേക്ക് വരുന്നത്. ഈ ADGP MR അജിത് കുമാറിനെതിരായ ചില ആക്ഷേപങ്ങളുമായി അദ്ദേഹം മുന്നോട്ടെത്തിയപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കേസുകളിൽ ഒന്ന് ഈ മാമിയുടെ തിരോധാനമാണ്. കാരണം മാമിയെ കണ്ടെത്താൻ കഴിയാത്തത് ഈ പോലീസ് തലത്തിലെയും ഈ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ചില പ്രതികളും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് എന്ന ആരോപണമാണ് അന്ന് PV അൻവർ ഉന്നയിച്ചത്. ഒരുപക്ഷെ PV അൻവറിൻ്റെ ആ ആരോപണത്തിന് ശേഷം വീണ്ടും കുറച്ച് വേഗത കേസിന് കൈവരുന്നു. കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നു, CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ കേസ് അന്വേഷിക്കും എന്ന് സർക്കാർ അറിയിക്കുകയും പുതിയൊരു സംഘത്തെ വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മാമിയുടെ കുടുംബങ്ങൾക്കെല്ലാം, ഭാര്യമാർക്കൊക്കെ ഈ ക്രൈംബ്രാഞ്ചിനെ അല്ലെങ്കിൽ കേരള പോലീസിന് വിശ്വാസമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇനി എന്താണ് ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ എന്താണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവാം. സഹോദരിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സഹോദരൻ ആര്യനാട് പോലീസിന് പിടിയിൽ. ആര്യനാട് ചേരപ്പള്ളി സ്വദേശിയായ സന്തോഷ് കുമാറാണ് പിടിയിലായത്. സഹോദരി ബീനയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇവരുടെ അമ്മയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് തടഞ്ഞപ്പോഴായിരുന്നു ആക്രമണമെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ ബീന പറയുന്നു. ബീന ഇപ്പോൾ ചികിത്സയിലാണ്. പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആദ്യം പീഡിപ്പിച്ച ആൺ സുഹൃത്ത് ദൃശ്യങ്ങൾ പകർത്തി പലർക്കും കൈമാറിയതാണ് പത്തനംതിട്ടയിലെ പെൺകുട്ടി പിന്നീട് നിരന്തരം പീഡനത്തിനിരയാകാൻ വഴിതെളിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പത്തനംതിട്ടയിൽ 62 പേരോളം ഒരു പെൺകുട്ടിയെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പീഡിപ്പിച്ചു എന്ന ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. സമാനമായൊരു വാർത്തയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നുള്ളത്. 14-കാരിയായ വിദ്യാർത്ഥിനിയെ +2 വിദ്യാർത്ഥി പീഡിപ്പിച്ചതായാണ് പരാതി. വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലും കുട്ടിയുടെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി.
മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് സ്കൂളിലുമാണ് കുട്ടി കൗൺസിലിംഗിന് വിധേയയായത്. പ്രണയം നടിച്ചാണ് പെൺകുട്ടിയെ +2 വിദ്യാർത്ഥി പീഡനത്തിന് ഇരയാക്കിയത്. ഇക്കഴിഞ്ഞ 20-ന് വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലെത്തിച്ചും പിന്നീട് കുട്ടിയുടെ വീട്ടിൽ ചെന്നും പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പിന്നീട് ഇയാൾ അകലം പാലിച്ചു തുടങ്ങിയതോടെ പെൺകുട്ടി മാനസികമായി തളരുകയായിരുന്നു. പെൺകുട്ടിയിൽ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതോടെ രക്ഷിതാക്കളാണ് ചികിത്സ തേടി ആശുപത്രിയിലെത്തിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം ആദ്യം വെളിപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രവണത ഉൾപ്പെടെ കാണിച്ചു തുടങ്ങിയതോടെ സ്കൂളിലും പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ എ പ്രശാന്താണ് പോക്സോ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പടന്ന ഓരിമുക്ക് സ്വദേശിയായ +2 വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതിനെതിരെയും രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുന്ന കേസിൽ പ്രതിക്കുമേൽ പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. കൊല്ലം ചിതറയിൽ 16-കാരിയെ പ്രണയം നടിച്ച് പീഡനത്തിനിരയാക്കിയ യുവാവ് അറസ്റ്റിലായി. പെരുമാതുറ സഫീല ലാൻഡിൽ 26 വയസ്സുള്ള ഹരീഷാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടായ സംശയമാണ് ഈ പീഡനത്തിന് വിവരം പുറത്തറിയാൻ കാരണമായത്. ഹരീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ൽ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ വെച്ചാണ് ഹരീഷ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇയാൾ കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇരുവരും സൗഹൃദത്തിലായതോടെ പ്രണയം നടിച്ച് കുട്ടിയുടെ വീട്ടിൽ രാത്രികാലങ്ങളിലെത്തി നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. 5-ൽ പഠിക്കുന്ന കുട്ടിയെ വഴിയിൽ നിന്ന് ഇയാൾ കൂട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ബന്ധുവീട്ടിലെത്തിച്ചും പീഡനത്തിനിരയാക്കിയതായി പരാതിയിൽ പറയുന്നു. കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുകയും പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും ചെയ്തതോടെയാണ് വീട്ടുകാർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഹരീഷിനെ പെരുമാതുറയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം തമ്പാനൂരിൽ യുവതിയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ഒപ്പമുണ്ടായിരുന്ന മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു. പേയാട് സ്വദേശി കുമാറാണ് യുവതിയെ കഴുത്തറുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, എന്താണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു ലോഡ്ജിൽ നിന്ന് രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ ഇന്ന് രക്തം വാർന്ന് ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി റൂം ചവിട്ടി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കഴുത്തറുത്ത നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. സമീപത്തായി കയ്യിൽ ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു കുമാർ ഉണ്ടായിരുന്നത്. ഈ യുവതി ആരാണ് എന്ന കാര്യമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പേയാട് സ്വദേശിയാണ് കുമാർ. ഇയാൾ ഒരു ഫോട്ടോഗ്രാഫറാണ്. ക്യാമറമാനായി ഒരു സ്ഥാപനത്തിൽ, നഗരത്തിലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. തമ്പാനൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്തെ ഒരു ലോഡ്ജിനുള്ളിലാണ് ഇവരെ അല്പസമയം മുമ്പ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മൾ ജാഗ്രത തൽക്കാലം പൂർണ്ണമാക്കുകയാണ്. ഇന്നും നമുക്കറിയാം ഒരുപാട് വാർത്തകൾ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്നൊക്കെ വരാനുണ്ട്, കൊച്ചിയിൽ നിന്ന് സഭാതർക്കവുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്, ഒപ്പം കോഴിക്കോട്ട് ഈ മാമിയുടെ തിരോധാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാനുണ്ട്. അതെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ വിശദമായി തന്നെ പരിശോധിക്കാം. ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം രാവിലെയിൽ ഒരു വലിയ ഇടവേളയാണ്. ആ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വരാൻ പോകുന്നത് ഇത് എങ്ങനെ കാണാം. സിന്റെ ഒരു പരാതിയുടെ ഒരു സ്വഭാവവും നിലവിൽ കേസ് മുന്നോട്ട് പോകുന്ന രീതിയും എല്ലാം അനുസരിച്ച് രാഹുൽ ഈശ്വറിനെ ഒരു പോലീസ് നടപടിക്ക് ഒരു സാധ്യതയുണ്ട്, വളരെ സജീവമായ സാധ്യതയുണ്ട്. അത് കൃത്യമായി